യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. 11-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച് നമ്മൾ നിർത്തിയത്. അതിന്റെ 8-ാമത്തെ വാക്യം 8-9 വായിച്ചാണ്. നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റു സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി. നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായേറെ ഞാൻ ഒരുത്തരെയും ഭാരപ്പെടുത്തിയില്ല. മക്കദോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാരത്തെ എന്റെ മുട്ടു തീർത്തത്. ഞാൻ ഒരു വിധേനയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു, മേലാലും സൂക്ഷിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ ഞാൻ കവർന്നു, ഐ ഹാവ് റോബ്ഡ് യു. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സ്വസ്ഥതയോടുകൂടി ശുശ്രൂഷിക്കേണ്ടതിൻ്റെ പകരം, സ്വസ്ഥത ഉണ്ടെങ്കിലേ ദൈവദാസന്മാർക്കും ശുശ്രൂഷിക്കാൻ പറ്റൂ. ഒരു സ്വസ്ഥത ഉണ്ടെങ്കിലേ സഭയായിട്ട് നമുക്കും കർത്താവിൽ സന്തോഷിക്കാൻ പറ്റും. സാത്താൻ്റെ പദ്ധതി എന്തോ, ആദ്യം ഈ സ്വസ്ഥത, ഐക്യതയില്ലായ്മ സഭയിൽ ഉണ്ടാക്കുക. അപ്പം ദൈവദാസൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച, പൗലോസ് നമുക്കറിയാമല്ലോ, കർത്താവിൽ നിന്ന് പ്രാപിച്ചല്ലാതെ ഒന്നും പറയത്തില്ല. അതും തൻ്റെ വെളിപ്പാടിൻ്റെ ആഴം എന്ന് എഴുതിയിട്ടുണ്ട്. തിരുവത്താഴത്തെപ്പറ്റിയും കുടുംബജീവിതത്തെപ്പറ്റിയും എല്ലാ ലോകവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയും വിശുദ്ധ ജീവിതത്തെപ്പറ്റിയൊക്കെ എത്ര ആഴത്തിലാണ് തൻ്റെ വിളി, നമ്മുടെ വിളിയെപ്പറ്റിയൊക്കെ താൻ പറയും. ഇത്രയും ആഴത്തിലുള്ള വെളിപ്പാട് പ്രാപിച്ച് അങ്ങോട്ട് സഭയോട് പറയുമ്പോൾ അവരത് ഏറ്റെടുക്കുവാനുള്ളൊരു ഫ്രീക്വൻസിയിലല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? പഴയ മീഡിയം വേവ് പറഞ്ഞാൽ, ആകാശവാണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം പിള്ളേർക്കൊക്കെ FM എന്ന് പറഞ്ഞാലൊക്കെ മനസ്സിലാകത്തില്ല, ആരും ആകാശവാണി കേൾക്കുന്നില്ലല്ലോ. അതിന് ഓരോ FM സ്റ്റേഷൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പഴയ 89 ഏതാണ്ടായിരുന്നു ആകാശവാണി, ഇപ്പോഴത്തെ FM സ്റ്റേഷൻസ്. അപ്പോൾ അവിടെ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതല്ലേ, അവിടെ നിന്ന് ട്രാൻസ്മിറ്റർ എമിറ്റ് ചെയ്യുന്നത് കറക്റ്റ് ഫ്രീക്വൻസിയിലാണ്. ആ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്ത് നമ്മൾ ക്ലിയർ അല്ലേ, പിന്നെ എന്ത് ചെയ്യും, കുറച്ച് അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും ഒക്കെ കറക്റ്റ് ഫ്രീക്വൻസി ആകുമ്പോൾ നമുക്കിവിടെ ക്ലിയറായിട്ട് കേൾക്കാം. കർത്താവ് സംസാരിക്കാത്തത് കൊണ്ടല്ല, നമ്മളും കർത്താവുമായിട്ടുള്ള ആ ഫ്രീക്വൻസി, ആ ബന്ധം, ആ ലെവൽ എന്ന് വെച്ചാൽ കർത്താവ് പരിശുദ്ധനാണ്. കർത്താവിൻ്റെ സ്വർഗീയ ലെവലിൽ കർത്താവ് നിന്നുകൊണ്ട് നമ്മൾ വളരെ ലൗകികരായ ലോകം ഒത്തിരി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കേൾക്കാനും കേട്ട് മനസ്സിലാക്കുവാനും കേട്ട് സ്വീകരിക്കും. കേട്ടാൽ പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വളരെ വിശുദ്ധിയോടുകൂടി ഒരു കുടുംബം പോലും അല്ലെങ്കിൽ ഒന്നും ലോകത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുകയും, ഇവിടെ കൊരിന്ത്യ സഭ ആത്മീയമായിട്ട് ക്ഷീണിച്ചപ്പോൾ വളരെയധികം ഭൗമികവാദികളും ലൗകികവാദികളും ജഡികരും ഒരു കപടഭക്തി പോലെ, ജഡികരാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഒരു കാര്യമാണ് കപടഭക്തി. ഞാൻ എന്തോ ആത്മീയനാണ്. അപ്പോൾ കപടഭക്തിയിലൊക്കെ ആയിരിക്കുമ്പോൾ പറ്റുന്നില്ല. അതിൻ്റെ പകരം പൗലോസിനെ പിന്നെ അങ്ങ് സാത്താൻ്റെ പദ്ധതിയെ അങ്ങ് വിഷമിപ്പിക്കുക. കുറേ സഭ ഇപ്പം ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നില്ല, എല്ലാവരും സ്നേഹിക്കുന്നേ ഉള്ളൂ. ഞാൻ പറയുക, ഇൻ കേസ് എല്ലാ സഭകളിലും ഇതല്ലല്ലോ സ്ഥിതി. വളരെ ദൈവമക്കൾ അങ്ങ് ദൈവദാസനെ അങ്ങ് വിഷമിപ്പിക്കുക എന്ന് വിചാരിച്ചോ, ദൈവദാസൻ കുറേയൊക്കെ അങ്ങ് സഹിക്കും. അവസാനം എന്ത് വിചാരിക്കും? ഞാൻ ഈ പരിപാടി അങ്ങ് നിർത്തുക, എന്തിനാ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇത്രയും ഞാൻ ഇവരെ കരുതിയിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് വചനം പ്രാപിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. മടുത്തു പോകും. മനുഷ്യനല്ലേ, ദൈവദാസൻ ദൂതനൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ, മടുത്തു പോകും. അവർ യെരുശലേമിലുള്ള ആ യഹൂദ കൗൺസിലും ആ യെരുശലേമിലുള്ള ആൾക്കാർ ഇത്രയും പൗലോസിനെ എതിർത്തപ്പോൾ പൗലോസ് എന്തോ അവിടെ എഴുതിയിരിക്കുന്നത്, ഇനി ഞാൻ മേലി എൻ്റെ സ്വന്തം ജനത്തിൻ്റെ മധ്യത്തിൽ ശുശ്രൂഷിക്കത്തില്ല, ഞാൻ ഇനി എവിടെ പോവാ? ജാതികളുടെ ഇടയ്ക്കോട്ട് പോവാം, ഇവർക്ക് മതി, അത് കേട്ടത് മതി എന്ന് പറഞ്ഞ് പോകുന്ന പോലെ ആക്കാൻ വേണ്ടിയാണ് സാത്താൻ ഇതുപോലെ. ഞാൻ പറഞ്ഞ അവസാനത്തെ അധ്യായങ്ങളിൽ അവൻ നിൽക്കുന്നത്, 2 കൊരിന്ത്യർ അവസാനത്തെ അധ്യായങ്ങൾ വന്നിട്ട് പോര് തീർന്നിട്ടില്ല. പൗലോസും കൊരിന്ത് സഭയുമായിട്ടുള്ള പോര് തീർന്നിട്ടില്ല. വീണ്ടും ഏതൊക്കെ രീതിയിൽ തന്നെ ഈ അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടു, അവനെ പൗലോസിനെ പോഷൻ എന്ന് വിളിച്ചപ്പോൾ പൗലോസ് പറയുക, ഞാനീ പറയുന്ന പോഷത്വമാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളങ്ങ് സഹിക്കും. നിങ്ങൾക്കത് പോഷത്വമാണ്, എനിക്കറിയാം അത് പോഷത്വമല്ല, ദൈവത്തിനും അറിയാം പോഷത്വമല്ല. കാര്യം ഇത് എൻ്റെ വചനമല്ല, താൻ പ്രിപ്പയർ ചെയ്തതല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. അപ്പം ദൈവവചനം ഒരിക്കലും പോഷത്വമാകത്തില്ല, അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. രൂപാന്തരം എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെട്ടതിലേ പറ്റത്തുള്ളൂ. പിന്നെ രൂപാന്തരപ്പെടാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ വചനത്തിനെ എവിടെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കുകയോ പോഷത്വമാണെന്ന് പറയുമോ, ഇപ്പോൾ സംസാരിച്ച ഈ പൗലോസ് പോഷനാന്ന് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ, ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിൻ്റെ എരിവിനാലാണ് ഞാനിത് പറയുന്നത്. ഒരു പോഷനെ പോലെ നിങ്ങൾക്ക് തോന്നുന്നു ഇത്രയും ഡീപ്പായിട്ടും സ്ട്രിക്റ്റായിട്ടും വിട്ടുവീഴ്ച കൂടാ ഞാൻ പറയുന്നത്. നിങ്ങളെ ക്രിസ്തുവിനോട് ഒരു നിർമ്മല കന്യകയായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു, ആ എരിവിനാലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ലോകത്തെ സ്നേഹിച്ച് വഷളായി പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ ഓരോ കാര്യം
നിങ്ങൾ ഈ പലവിധ സുവിശേഷം കാണുന്ന പൊതു ശുശ്രൂഷകരൊക്കെ ആത്മീയമായിട്ട് ക്ഷീണം. അത് പലവിധ സുവിശേഷം, ഒരിക്കലും ഒരു അഭിഷക്തൻ പലവിധ സുവിശേഷം പറയത്തില്ലല്ലോ. ഏത് അഭിഷക്തൻ ഈ മലയാളിയല്ല, ഏത് രാജ്യക്കാരും, ഇവിടെ റഷ്യൻ വന്നിരുന്നാലും ജർമ്മൻ വന്നിരുന്നാലും ഒരു ആഫ്രിക്കൻ വന്നിരുന്നാലും താനൊരു ശരിക്കും പരിശുദ്ധാത്മാവനാലാ പറയുന്നെങ്കിൽ നമ്മളോട് കർത്താവ് സംസാരിച്ചതിൻ്റെ ബാക്കി, അതിൻ്റെ തുടർച്ച, അതിൻ്റെ വീണ്ടും ആഴത്തിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കാലത്ത് ദൈവദാസനായിരുന്നു, പിന്നെ മനുഷ്യനെ സന്തോഷിപ്പിച്ച് അഭിഷേകമൊക്കെ നഷ്ടപ്പെട്ടു. എങ്കിലും തനിക്ക് ശുശ്രൂഷിക്കാനൊക്കെ വർത്താനം പറയാനൊക്കെ അറിയാം, സംസാരിക്കാൻ അറിയാം. അങ്ങനെ വരുന്ന ദൈവദാസന്മാരാരെങ്കിലും ഇവിടെ വന്നാൽ അവരെന്തു പറയും? ലോകത്ത് നിന്നെ വലിയവനാക്കും, ലോകത്തിലെ വലുത് ഇവിടുത്തെ സുഖജീവിതം, ഇവിടുത്തെ സത്യവചനത്തിൻ്റെ നേരെ വിപരീതമായിട്ട് സ്വർഗീയ പ്രത്യാശ കുറഞ്ഞു പോകുകയും ഇവിടെ അങ്ങ് നമ്മുടെ ജീവിതം അങ്ങ് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ജാതികൾ ചിന്തിക്കുന്നത്, ജാതികൾ അന്വേഷിക്കുന്നത്. അങ്ങനല്ലേ ഇവരെല്ലാം, ജാതികളെല്ലാം അമ്പലത്തിലും ഇവിടെയൊക്കെ പോയി നിന്നാൽ ഈ മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? രക്ഷയ്ക്കാണോ അവർ പ്രാർത്ഥിക്കുന്നത്? ശുദ്ധീകരണത്തിനാണോ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തെ സ്വർഗത്തിൽ പോകാനാണോ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, അല്ലെങ്കിൽ അവർ വിളിക്കുന്ന എന്തു പ്രഭുവാണെങ്കിലും അതിൻ്റെ ആ പേരിലൊക്കെ വിളിച്ചിട്ട് എനിക്ക് തരണമേ തരണമേ, എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുറേ ഇവിടെയൊക്കെ പോയിട്ടുള്ളതല്ലേ നമ്മൾ പഴയ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്തുവാ പോകുന്ന എല്ലാവരും? ഇന്നലെ ഒരു കൗൺസിലിംഗ് കോൾ ഉണ്ടായിരുന്നു. താൻ ചങ്ങനാശ്ശേരി എന്നാണ് വിളിച്ച ഒരു കുടുംബമാണ്, ഭയങ്കര പ്രശ്നം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ ചങ്ങനാശ്ശേരിയിൽ നല്ല ദൈവമക്കളില്ലേ? അവിടെ ഒരു ആത്മീയ കൂട്ടായ്മ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, പക്ഷെങ്കിൽ നിങ്ങൾ അവിടെ ഒരു കൂട്ടായ്മയ്ക്ക് പോകും, എങ്കിൽ മാത്രമേ ആ സഭ നിങ്ങളുടെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അല്ല അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ എല്ലാവരും വിളിച്ചു പറയാം പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ഇതെന്തോ ഇപ്പം കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ ഒരു അയൽവക്കക്കാർ അവർ വേളാങ്കണ്ണി പോവാം, അവർ എന്നെ കണ്ടപ്പം പറഞ്ഞു, എന്നോട് താക്കോലൊക്കെ അവർ വീട് തന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാവരും അങ്ങ് പറയുക, യാത്രയൊക്കെ നല്ലതാകാൻ വേണ്ടി എന്ത് ചെയ്യണം? അങ്ങ് ഇരുന്നോട്ടൊരു പ്രാർത്ഥന. പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കണ്ടാൽ അവിടെ വന്ന് കൈകൂപ്പും. ഇതൊരു ജാതികളുടെ ഇതാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതാണോ നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം ദൈവമക്കളെ? ഇതാണോ നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം? എത്ര അടുപ്പം! അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവല്ലേ നമ്മുടെ അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം. അപ്പം കർത്താവിൻ്റെ ഭവനം എന്ന് പറയുന്ന ആരുടെ ഭവനമാണ്? കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്ന കർത്താവിൻ്റെ ജോലിയാണല്ലോ ശുശ്രൂഷ. കർത്താവിൻ്റെ ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ മിഷനാണ്. ആ സുവിശേഷ മിഷൻ ആയിരിക്കണം നമ്മുടെ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ. ചില മക്കളുണ്ട് ജനിക്കുമ്പോഴേ നമുക്കറിയാം, നമുക്ക് മാതാപിതാക്കന്മാർക്കറിയാം, അവർ സ്വാർത്ഥരാണ്. അവർക്ക് വീട്ടിൽ നടക്കുന്ന വിഷയമൊന്നും വിഷയമല്ല. വീട്ടിൽ ഇനി ബുദ്ധിമുട്ടായിരിക്കും, വീട്ടിലുണ്ടായിരിക്കും, വീട്ടിലില്ല, കൂട്ടാനുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എവിടെയെങ്കിലും ഇച്ചിരി കൂട്ടാൻ കണ്ടെത്തുക മുഴുവൻ ഭാര്യ അവരുടെ പ്ലേറ്റിൻ്റെ അകത്ത്. അങ്ങനെ നല്ല ബുദ്ധിയുള്ള അപ്പനമ്മമാർക്കറിയാം, ഇവൻ വളർന്ന് ഇവളോ വളർന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയി തീരത്തുള്ളൂ. സ്വാർത്ഥന. അവരുടെ കാര്യം ഇച്ചിരി കഴിഞ്ഞ് പിരി ഇളക്കി അങ്ങ് പോകുന്നതും കാണും, അവരുടെ കാര്യം നോക്കി അങ്ങ് പോകുന്നതും കാണും. ഞാൻ പറഞ്ഞില്ല, ക്യാരക്ടർ സ്റ്റഡിക്ക് നമ്മളാരും പുറകോട്ടാകല്ലേ. അപ്പം ഇതുപോലാണ് കർത്താവിൻ്റെ അടുത്ത് രക്ഷിക്കപ്പെട്ട് വരുമ്പോഴേ എൻ്റെ കാര്യം കർത്താവിൻ്റെ കാര്യം അതൊന്നും എനിക്ക് വിഷയമല്ല. അല്ലെങ്കിൽ സുവിശേഷം പറയുമ്പോൾ കൃപാവരങ്ങൾ തന്നു, എന്നെ അഭിഷേകമൊന്നും കിട്ടിയില്ലാലും കുഴപ്പമില്ല, ലോകത്തിൽ ഇച്ചിരി സുഖമായിട്ട് താമസിക്കാൻ ഇച്ചിരി പണം കിട്ടിയാൽ മതി. ഈ ആറ്റിറ്റ്യൂഡിൽ രക്ഷിക്കപ്പെടുമ്പോൾ തൊട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനറിയാം യൂദാസ് എന്തുവാ, ദ്രവ്യഗിരി അല്ലായിരുന്നു, പണത്തിന് വേണ്ടിയല്ലേ കർത്താവിനെ വിറ്റത്. യൂദാസിനെ പറ്റി എന്തുവാ പറഞ്ഞത്? ആ നാശയോഗ്യൻ. നമ്മളെ ഇവിടെ ഇരിക്കുന്ന ആരെയും പറ്റി അങ്ങനെ കർത്താവ് പറയുവാനിടയാകല്ലേ. ചില കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴേ നമുക്കറിയാം ഇതൊന്നും ഉപദേശിക്കേണ്ട ഒന്നും ആവശ്യം, ഇത് ഉള്ളിലുള്ളതാണ്. ഇത് ഈ പേഴ്സണാലിറ്റി, ഒരാളുടെ വ്യക്തിത്വം. ഇനി നമുക്ക് വല്ലതും അറിയാതെ ഒരു പാരമ്പര്യമായിട്ടോ എന്തെങ്കിലും രീതിയിൽ ഈ സ്വാർത്ഥത വ്യക്തിത്വം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കാം. ഇതും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. എന്നിട്ട് രക്ഷിക്കപ്പെട്ടപ്പം തൊട്ട് ആരെയാണ് സ്വീകരിച്ചത്? ആരാ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? കർത്താവ്. അതുകൊണ്ട് യേശുവിൻ്റെ അതേ ഭാവം നിങ്ങളിൽ വരട്ടെ. നമ്മുടെ സ്വാർത്ഥത എല്ലാം മാറിപ്പോയി. എൻ്റെ പിതാവിൻ്റെ ഭവനം അതാണ് എൻ്റെ ഉദ്ദേശം. ഓരോ ആഴ്ചയും നമ്മളിങ്ങനെ ഓരോ ആഴ്ച വരുമ്പോഴാണ് അയ്യോ ചിലരൊക്കെ പറയുന്നത് പെട്ടെന്ന് അടുത്ത ഞായറാഴ്ച ആയോ എന്നാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് ഓരോ ആഴ്ചയും മുൻപോട്ട് പോവുക. നമ്മൾ പ്രായവുമായി പോകുന്നു, ഓരോ വർഷവും മുൻപോട്ട് പോകുന്നു, ഓരോ ആഴ്ചയും. ഈ ഓരോ ആഴ്ച മുൻപോട്ട് പോകുമ്പോൾ എന്തുവാ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ? തിരിച്ച് ഇടയ്ക്കൊക്കെ കുറഞ്ഞ വർഷം ശനിയാഴ്ച വൈകിട്ടെങ്കിലും ഒന്ന് ശോധന ചെയ്ത് ഒന്ന് തൂക്കി നോക്കുന്നുണ്ടോ നമ്മളെ തന്നെ. അപ്പോൾ ഈ വചനഭാഗങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പൗലോസ് ലാസ്റ്റ് വീണ്ടും ഓർപ്പിക്കുക, ഇടിച്ചിടിച്ചാണ് നിൽക്കുന്നത്. 8ഉം 9ഉം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ ആരെയും കവർന്നിട്ടില്ല. 9ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ മധ്യത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കും ഒരു ഭാരമായി തീരാതിരിപ്പാൻ വേണ്ടിയാണ്. നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചോ, നിങ്ങൾക്കൊരു പല ദൈവദാസന്മാർ അങ്ങനല്ല ഇവിടെ വരുന്നത്. അടുത്ത വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. പല ദൈവദാസന്മാർ അവിടെ വന്നവരൊക്കെ അവരിൽ നിന്ന് വല്ലതും കിട്ടാൻ ഇപ്പോഴും നിങ്ങൾക്കറിയാം,
എല്ലാവരും ഓരോ പ്രോജക്റ്റ് ഇട്ടാണ് പിരിക്കാൻ വെളിയിലോട്ട് പോകുന്നത്. ഇതൊന്നും നിങ്ങളോട് പറയാൻ പാടില്ല, നിങ്ങൾ അറിയാനും പാടില്ല. എങ്കിലും ദേവദാസന്മാർ തമ്മിലുള്ള സംസാരമാണ് ഇപ്പം എത്ര വർഷങ്ങളായിട്ട്, 20-30 വർഷമായിട്ട്. ഈ പ്രോജക്റ്റ് ഇട്ടില്ലെങ്കിൽ പിരിക്കാൻ പറ്റത്തില്ല. ഇത് വളരെ അഡ്മിനിസ്ട്രേറ്റീവ് പിരിക്കലൊക്കെ വലിയ ചിലർക്ക് അതൊരു വരമാണ്, ഹരവുമാണ്. അത് ഒരു പ്രോജക്റ്റൊക്കെ അങ്ങോട്ട് ഈ പ്രോജക്റ്റ് നടത്താൻ പോകുന്നില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. ചുമ്മാ കുറച്ച് പേർക്ക് ഞങ്ങൾ സ്കൂൾ തുറക്കുമ്പോൾ പുസ്തകം കൊടുക്കും, കുറച്ച് പേർക്ക് ഞങ്ങൾ അത് ചെയ്യും, കുറച്ച് പേർക്ക് ഇത് കൊടുക്കും, കുറച്ച് അവിടുത്തെ ബീഹാർ എല്ലാവരും പോയി. ബീഹാറിലെ ഗ്രാമമൊന്നും ആരും കാണുന്നില്ല, എല്ലാവരും ഇപ്പം പോവാം ബീഹാറിലേക്ക്. ശരിക്കും ബീഹാർ എന്തുവാന്ന് ചോദിച്ചാൽ പട്ടണത്തിൽ താമസിച്ചിട്ട്, റാഞ്ചിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പട്ടണത്തിൽ താമസിച്ചിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ നോക്കി 2-3 ദൈവമക്കളുടെ ഇടയ്ക്ക് 2-3 കൂട്ടായ്മയൊക്കെ കൂടിയിട്ട് തിരിച്ചിങ്ങ് വരും. അപ്പോൾ ഓരോ പ്രോജക്റ്റൊക്കെ ഇട്ടിട്ട് അതിനുള്ള എക്സ്പെൻസും അതിന് ഇച്ചിരി ഡബിളൊക്കെ ആയിട്ട് പിരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുമ്പോൾ, കാര്യം അങ്ങനെയുള്ളവർ വരുമ്പോഴേ ഈ വിദേശത്തുള്ള സഭക്കാരോട് നിങ്ങൾ ചോദിക്കുക, ഈ പിരിക്കാൻ വേണ്ടി ദേവദാസന്മാർ നാട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ അവർ സഭയെല്ലാം കൂടെ പറയും, ദൈവമേ ഇന്ന് ഒരാളോട് അയ്യോ ഇനി അവർക്കും കൊടുക്കണമല്ലോ. ചില സമയത്തൊക്കെ 2-3 പേരുണ്ട്. ചില സഭകൾ സ്റ്റേറ്റ്സിലും ഗൾഫിലുമൊക്കെ സഭ അവിടുത്തെ ദേവദാസന്മാർ പറഞ്ഞ് ഇവരെ കൊണ്ട് തോറ്റിരിക്കുക, അതുകൊണ്ട് ഞങ്ങളൊരു ഫിക്സഡ് എമൗണ്ട് അങ്ങ് വെച്ചിരിക്കുകയാണ്. പണ്ട് ഞങ്ങളോട് പറഞ്ഞതാണ്, ദേവദാസൻ പറഞ്ഞു ഞങ്ങളൊരു ഫിക്സഡ് എമൗണ്ട്, ആര് വന്നാലും നിങ്ങൾ ആദ്യം പ്രോജക്റ്റ് ഒന്നും പറയണ്ട, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തു അങ്ങിരിക്കുക. സഭ ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ടുണ്ട്, വെളിയിൽ നിന്ന് ഒരു ദേവദാസം വന്നു കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് ഒരു ദേവദാസം വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തങ്ങ് വിടുക. ഇതൊക്കെ എത്ര നാണം കെട്ട പരിപാടിയാണ്. ഓരോ അനാഥശാലയ്ക്കും ഓരോ പ്രോജക്റ്റിനൊക്കെ ഇങ്ങനെ വീടുകൾ തോറും ഇറങ്ങി പിരിക്കുമല്ലോ. ഇവിടെ ഒരു മിനിയും നിർത്തിയിട്ട് പാട്ട് പാടിയിട്ട് ഇങ്ങനെ ബക്കറ്റും കൊണ്ട് നടക്കുമല്ലോ ജംഗ്ഷൻ. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ കർത്താവിൻ്റെ? ഇത് ആരുടെ വേലയാണ്? വലിയവനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ വേലയല്ലേ. ആ വേലയ്ക്ക് ഇവിടെ കൊച്ചിയിലുള്ള വേലയ്ക്ക് ഇവിടെ കൊച്ചിയിലെ ദൈവമക്കൾ തരുന്ന ഫണ്ട് മതി. അതിനുള്ള വേല ഇവിടെ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളൂ. അതല്ലാത്ത പ്രോജക്റ്റ് ഒന്നും ഇടണ്ട. ആദ്യം നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രോജക്റ്റിൽ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ കുറച്ച് പുതിയ വിശ്വാസികളെ വരികയും അവർക്ക് വരുന്ന വിശ്വാസികളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാം സഭ ഒന്നിച്ച് ചേർന്ന് നിൽക്കുകയും ഇതൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേ. അതനുസരിച്ച് വലിയൊരു സന്തോഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമ്മളോട് ഇതൊന്നും ആരോടും പറയേണ്ട കാര്യമല്ല. ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിച്ച് ചെയ്യുമ്പോൾ അതെത്ര സന്തോഷത്തോട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുക, നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ പല ദൈവദാസന്മാർ ചെയ്ത പോലെ അല്ല, നിങ്ങളുടെ ഇടയ്ക്ക് ഇവരുടെ ഇടയ്ക്ക് വന്ന് ജോലി ചെയ്ത പൗലോസിന്റെ ആഹാരവും താമസവും കാര്യങ്ങൾ പോലും ചെയ്തത് എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ 10ാമത്തെ വാക്യം. അക്കായ് ദേശത്തും മക്കദോനിയ ദേശത്തും അതിന്റെ പരിസര ദേശത്തെല്ലാം ചോദിച്ചോ. ഈ പ്രശംസ പൗലോസ് പറയുന്ന ഈ പ്രശംസ എവിടെ പൗലോസ് ചെന്നാൽ അത് പൗലോസ് അതിൽ വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഒരു സഭയും ബുദ്ധിമുട്ടിക്കാതെ തനി അതിനു വേണ്ടിയുള്ള കാശ് കൊണ്ടുവന്നു എന്നല്ല എൻ്റെ അർത്ഥം. അവിടെയുള്ള എന്തെങ്കിലും ലോക്കൽ ജോലിയൊക്കെ ചെയ്ത് തൻ്റെ ചെലവുകളും തൻ്റെ ശുശ്രൂഷയും വളരെ അഭിമാനത്തോടെ, അതുകൊണ്ട് തനിക്ക് വളരെ ധൈര്യത്തോടെ പറയാം, അവരെന്തെങ്കിലും തരുന്നതോ അല്ല അവരിൽ നിന്നും ഞാൻ ഒന്നും നിങ്ങളിൽ നിന്ന് കവർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അക്കായ ദേശത്തിലൊക്കെ തനിക്ക് പ്രശംസിക്കാം. ഈ അധ്യായത്തിൻ്റെ അകത്ത് ഇച്ചിരി പ്രശംസ താൻ പ്രശംസിക്കുന്നുണ്ട്. ഈ അധ്യായത്തിൻ്റെ അവസാനം തന്നെ അതുപോലെ അങ്ങ് നിന്ദിക്കുക. ഈ കൊരിന്ത്യ ദേശത്തിന് ശരിക്കും പൗലോസ് ആരാന്ന് യെരുശലേമിലുള്ളവർക്കറിയാം. താനൊരു VIP അല്ലേ, രാജാക്കന്മാർക്ക് പേഴ്സണലി അറിയാം. തനിക്ക് തലയിൽ കൂടി വണ്ടി ഓടുന്നു, തനിക്ക് എന്ത് തനിക്ക് എന്ത് ആവശ്യമാണ് ഈ കൊരിന്തിനെ നന്നാക്കേണ്ടത്? ഈ കൊരിന്തിലെ ജാതികൾ, ഇതൊരു യഹൂദനല്ലേ, കണ്ട ജാതികളുടെയൊക്കെ വായിലിരിക്കുന്ന കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? താൻ ഒരു രീതിയിലും തനിക്ക് അതിൻ്റെ ആ നിന്നയുടെ ആവശ്യമില്ല. എങ്കിലും ദൈവമേൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ജാതികളുടെ മധ്യത്തിൽ ഒരു അപ്പോസ്തലനായിട്ട് നിർത്തിയിരിക്കുന്നതുകൊണ്ട് അവർ നന്നാകുന്ന വരെ, മാനസാന്തരപ്പെടുന്നത് വരെയും ആണ് പൗലോസിന് ആ വലിയ ശുശ്രൂഷയുടെ ഒരു ഉത്തരവാദിത്വം തൻ്റെ മേൽ പരമേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ദൈവം അറിയുന്നു. 10ഉം 11ഉം 12ഉം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം 12 വായിച്ച്, ഞാൻ നിങ്ങളെ സ്നേഹിക്കാഞ്ഞുകൊണ്ടോ ദൈവം അറിയുന്നു, എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം മറച്ചു കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് വേറാരും ചെയ്യും. പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ പോലെ അവരെ കാണട്ടെ. അവരും ഞങ്ങളും 2 കൂട്ടരായി. അങ്ങനെയുള്ളവരാണ് അടുത്ത വാക്യത്തിൽ പറയുന്നു കള്ള അപ്പോസ്തലന്മാർ, കള്ള പ്രവാചകന്മാർ. അവർക്ക് വേണ്ടത് എന്തുവാ? നിങ്ങളുടെ മധ്യത്തിൽ വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് നിങ്ങളെ അങ്ങ് പ്രശംസിപ്പിക്കുകയോ നിങ്ങളെ അങ്ങ് പുകഴ്ത്തുകയോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഫണ്ട് പിരിക്കാൻ പോകുന്നവർ അവിടെ ചെന്ന് ധൈര്യമായിട്ട് വചനം പറയാൻ പറ്റത്തില്ല. വചനം പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ടുള്ള ടിക്കറ്റിൻ്റെ കാശ് പോലും കിട്ടത്തില്ല.
അവരെന്ത് ചെയ്യും? അവരങ്ങോട്ട് വന്നിട്ട് ആ എത്ര പാപമുണ്ടെങ്കിലും എത്ര വചനവിരുദ്ധമായിട്ടുള്ള കാര്യമുണ്ടെങ്കിലും അതിനൊരു കറക്ഷനും പറയാതെ അവരെ പുകഴ്ത്തി ഒരു ഹെവി എൻവലപ്പും വാങ്ങിച്ചുകൊണ്ട് ആ സഭയിൽ നല്ലൊരു ചെക്കും വാങ്ങിച്ചുകൊണ്ടാണ് പോരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളെ പ്രശംസിക്കുന്നവരും ഉണ്ട്, നിങ്ങളെ പുകഴ്ത്തുന്നവരും ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അവരാരാ? 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് അവരാരാണ്? ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. ഇപ്പം ചെറിയ ദൈവദാസന്മാരല്ല. പല സഭകളുടെ മേൽ 10-35 വർഷമായേ 2-ാം ലേഖനത്തിൻ്റെ അവസാനം എഴുതുമ്പോൾ. അതിൻ്റെ ഉള്ളിൽ അപ്പോസ്തലന്മാരും ഒത്തിരി പേരുണ്ട്. പൗലോസും പത്രോസും യോഹന്നാനും ഒന്നും അല്ല. അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് അപ്പോസ്തലന്മാരല്ല, ഒത്തിരി അപ്പോസ്തലന്മാർ. ദൈവം അപ്പോസ്തലന്മാരായിട്ട് തന്നെ വിളിച്ചത് ദൈവം ഏൽപ്പിക്കുന്നതാണല്ലോ. ഞാൻ നാളെ എൻ്റെ പേരിൻ്റെ ഇപ്പത്തോട്ട് അപ്പോസ്റ്റൽ സാംസൺ എന്ന് ചിലരൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ പേരിടുന്നതല്ലല്ലോ, ഇതൊരു ഡെസിഗ്നേഷൻ ഒന്നും അല്ലല്ലോ, ഇതൊരു റാങ്ക് ഒന്നും അല്ലല്ലോ. ഇത് കർത്താവ് പല സഭകളുടെ മേലും പല ദേശങ്ങളുടെ മേലും പലരെ ഉപദേശിക്കുവാനും പല ദൈവദാസന്മാരെ ഉപദേശിക്കുവാനും ഒക്കെ ദൈവം ഉപയോഗിക്കുമ്പോൾ ഒരു ശുശ്രൂഷയാണ്. അതാ ശുശ്രൂഷയുടെ ഒരു സീനിയർ പദവിയിലേക്ക് അല്ലെങ്കിൽ വർഷങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ, നമ്മൾ വിശ്വസ്തയോട് ശുശ്രൂഷിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു അഭിഷേകവും അധികാരവുമാണ്. അപ്പം പല അപ്പോസ്തലന്മാർ അവർ പോലും എന്തായി തീർന്നു? പല കള്ള ദൈവദാസന്മാരെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, കള്ള ഇടയന്മാരെന്നല്ല, ശ്രേഷ്ഠമേറിയ അപ്പോസ്തലന്മാർ പോലും കള്ളന്മാരായിപ്പോയി, പരിശുദ്ധാത്മാവ് വിട്ടുപോയി, ജീവിത കളങ്കം വന്ന് കള്ള അപ്പോസ്തലന്മാർ കപടം. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചില്ല, ഡിസീറ്റ്ഫുൾ വർക്കേഴ്സ്, കപടമാണ്. അവർക്കറിയാം നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഈ പോക്ക് പോയ നരകത്തിൽ പോകുമെന്ന് അവർക്കറിയാം. എങ്കിലും നിങ്ങളെ അങ്ങ് പുകഴ്ത്തി കപട വേലക്കാർ, പരിശുദ്ധാത്മാവില ഇത് പറയുന്നത്. എന്നിട്ട് അവരെന്തുവാ ധരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കും. ഇത് പൊതുവേ ഇന്നത്തെ സഭകൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രീതി ഞാൻ പറഞ്ഞല്ലോ, വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ആരെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല, എന്ത് പാപം ഉണ്ടെങ്കിലും തുടർന്നോട്ടെന്നായിരിക്കും. ആരെയും അങ്ങനെ കറക്റ്റ്, പ്രത്യേകിച്ച് ദൈവദാസന്മാർ എന്ത് കാണിച്ചു കൂട്ടിയാലും അതാണ് അവരും അതൊരു വളമായിട്ട് വെച്ചിരിക്കുന്നത്. ഈ അപ്പോസ്തലന്മാരെല്ലാം ഒരു കൃപ എല്ലാം മാറിപ്പോയി, ഒന്നും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാതെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിച്ച്. ഇത് ആരുടെ സ്വഭാവമാണ്? ഇവരെല്ലാം നല്ല അപ്പോസ്തലന്മാരായിരുന്നു, ഇവരെല്ലാം നല്ല ദൈവദാസന്മാരായിരുന്നു. ഇപ്പം എന്ത് സംഭവിച്ചു? പിശാചിൻ്റെ പോലെ ഇപ്പം പിശാച് എങ്ങനെയാണെന്നാ പറയുന്നത്? സാത്താനെ പോലായി. സാത്താൻ എന്തുവാ ചെയ്യുന്നത്? വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്ന പോലെ. അടുത്ത വാക്യത്തിൽ പറയാം, 15 വായിച്ച്. ഈ ദൈവദാസന്മാര് അവരെ പറ്റി ഒരു ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് പറയുക, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തായിത്തീരും. ഞാൻ പറഞ്ഞല്ലോ, ആരെയും കറക്റ്റ് ചെയ്യല്ല, ആരെയും ആലല്ലോ തെറ്റാന്ന് പറയല്ല, ആരെയും പറ്റി ഒന്നും ദോഷം പറയില്ല, ആരെയും വിധിക്കല്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന കാരണം എന്നാണെന്നറിയാം. ഈ ദൈവദാസന്മാർ, ഈ സൈസ് ദൈവദാസന്മാർ തന്നെ പഠിപ്പിക്കും. കാര്യം അവർ പിന്നെ എന്ത് തെറ്റ് ചെയ്താലും ഇത് നമ്മൾ ആര് സ്വർഗത്തിൽ പോകണം, ആര് നരകത്തിൽ പോകണം എന്ന് വിധിക്കാൻ നമ്മൾ ആരുമല്ല, സത്യമാണ്. പക്ഷെ വചനപ്രകാരം ഒരു തെറ്റ് കണ്ടാൽ എന്ത് ചെയ്യണം? അല്ലാത്തവർ ഇത് പണിക്ക് പോകല്ലേ. സ്കേവാട മക്കളുടെ കൂട്ടായിപ്പോൾ ലജ്ജിച്ചു പോകും പിശാച് അവരെ. അല്ലാത്തവർ ഈ പണിക്ക് പോകല്ലേ. ദൈവം ഏൽപ്പിക്കാതെ നമ്മൾ ഈ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, സഹോദര സഹോദരി, ദൈവദാസ, ഇത് വചനപ്രകാരം തെറ്റാ എന്ന് കർത്താവ് പറയുവാൻ പ്രേരിപ്പിക്കുമ്പോൾ ദൈവജനം പറഞ്ഞാൽ ഈ അപ്പോസ്തലന്മാർ തന്നെ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MLA-മാർക്ക് അറിയാം, അല്ലെങ്കിൽ ഓരോ ജനപ്രതിനിധികൾക്കറിയാം, ജനത്തിന് വേണ്ടി ചെയ്തില്ലെങ്കിൽ അവരിളകും. അപ്പം ഹല്ലേലൂയ, ദൈവദാസന്മാരും കറക്റ്റായിട്ട് അവരെ തന്നെ ഞാൻ ഓരോ പ്രാവശ്യവും വചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, ഞാൻ ഉപദേശിക്കുമ്പോൾ ഞാൻ കളങ്കമില്ലാത്തവനായിരിക്കണം. ഞാൻ ആ വിഷയത്തിൽ തികവിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് ആ പ്രാഗൽഭ്യത്തോടുകൂടി പിശാച് കേൾക്ക്, ദൈവം കേൾക്ക്, ദൈവദൂതന്മാർ കേൾക്ക്, പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് എനിക്ക് ആ കാര്യം പ്രാഗൽഭ്യത്തോടുകൂടി ഉപദേശിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവദാസന്മാരോട് എന്ത് ചെയ്യണം? ഓർക്കണം. പക്ഷെ അങ്ങനല്ല ഇവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ഉപദേശന്മാർ എങ്ങനെയായിത്തീരും എന്നാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ അവരാരായിത്തീരുന്നു ഈ ദൈവദാസന്മാർ? 10-ന്റെ 11, 12, 13 വായിച്ചോ. ജോൺ 10:11-13. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിരിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയൻ. തുടക്കത്തിലും അതാ, അവസാനവും പറഞ്ഞു. പക്ഷേ ഇന്നത്തെ ഇടയന്മാർ അങ്ങനെ അല്ല എന്ന് യേശു കർത്താവ് പറയുക. ആടുകളെ പിടിക്കുവാൻ ചെന്നായി വരുമ്പോൾ എന്തു ചെയ്യും? ജീവൻ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം.
ഒരു ദുരുപദേശം കൂട്ടായ്മയ്ക്കകത്ത് വരാതെ എന്ത് ചെയ്യണം? ഒരിടയൻ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഒരു വ്യക്തി പോലും ക്ഷീണിച്ചു പോകാതെ അവരോട് പോരാടുന്ന ശക്തിയോട് ആത്മാവിൽ പോരാടി ഒരിടയൻ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ്. പക്ഷെ അവിടെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു ചെന്നായി വന്നു ഒരാടിനെ പിടിച്ചു. ഒരു സുഹ്യാനായ അധികം ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്ത ഇടയൻ എന്ത് ചിന്തിക്കുക? പോയാൽ ഒരാടല്ലേ പോകുന്നത്, ഞാനെന്തിനാ അതിൻ്റെ ഇടയ്ക്ക് പോയി നിന്നിട്ട്? ഈ ചെന്നായി എന്ത് ചെയ്യും? ചെന്നായി വെറുതെ വിടുമോ? ചെന്നായിയുടെ ആഹാരത്തിന് പിടിച്ചതല്ലേ, ചെന്നായി അതിനെ ഡിവോർ ചെയ്യുവാൻ, അതിനെ പിടിച്ച് തിന്നുവാൻ പിടിച്ചതല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വടിയുമായിട്ടോ കോലുമായിട്ടോ ആയുധമായിട്ടോ എന്തുമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെന്നായി ആദ്യം അതിനെ വിട്ടിട്ട് എന്ത് ചെയ്യും? എന്നെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അള്ളലും പോറലും കടിയും ഒക്കെ കിട്ടും. ചത്തൊന്നും പോകത്തില്ല, പക്ഷെ എന്ത് ചെയ്യും? കടിയൊക്കെ കിട്ടും. അപ്പോൾ ഈ മുറിവ് എനിക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അവർ കൂലിക്കാർ. യേശു പറഞ്ഞ വാക്കേതാ ഇത്? ഇപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞു, നമ്മൾ ഇപ്പം വായിച്ചത് യോഹന്നാൻ സുവിശേഷം. യേശു കർത്താവൻ അവൻ കൂലിക്കാരനാണ്. അവൻ ശരിക്കുള്ള ശുശ്രൂഷകനൊന്നും അല്ല. അവൻ കാശിന് വേണ്ടി എല്ലാവരും ജോലി ചെയ്യുന്നു, ഇവനും ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പോലെ. അവൻ കൂലിക്കാരൻ. ഈസ് ആൻ ഹയർലിംഗ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. അവൻ കൂലിക്കാരൻ. അവൻ ആത്മാർത്ഥതയൊന്നുമില്ല ആടിനോട്. ആടിനെ ഒരു ഇടയനായിട്ട് നിൽക്കുന്നതന്നെ ആടിൽ നിന്ന് വല്ലതും കിട്ടാനാണ്. കിട്ടാനുള്ള കാര്യം മാത്രം ഒരു ന്യൂട്രലായിട്ട് നിന്നിട്ട് കുറവുകളെ ഒന്നും വെളിപ്പെടുത്താതെ എന്തെങ്കിലും കിട്ടാറുണ്ട്, കിട്ടിയത് വാങ്ങിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ. പക്ഷേ ശത്രു വരുമ്പോൾ അവൻ മാറിയിരിക്കും. ശത്രു വന്ന ആടുകളെയൊക്കെ അറ്റാക്കി പിന്നെ അവൻ തിരിച്ച് പിന്നെ ഇടയനായിട്ട് വരും. പക്ഷെ ഞാൻ അങ്ങനല്ല. യേശു പറയുക, ഞാൻ നല്ല ഇടയൻ. ഒരൊറ്റ ആട് പോകുവാൻ 99 നല്ല ആടുണ്ടെങ്കിൽ ഒരാട് വഴി മാറിപ്പോയി കഴിഞ്ഞാൽ 99 ആടിനെയും അവിടെ നിർത്തേണ്ടടുത്ത് അവർ ഗ്രൂപ്പായിട്ട് നിന്നോളും. അവിടെ നിർത്തിയിട്ട് എന്തെയും തെറ്റിപ്പോയ ആടിൻ്റെ പുറകെ പോകുന്ന ആട് നല്ല ഇടയൻ. അപ്പോൾ തുടക്കത്തിലും പറഞ്ഞു ഞാൻ നല്ല ഇടയൻ, എൻ്റെ സ്വഭാവങ്ങൾ ഇന്നതൊക്കെയാണ്. പക്ഷെ അവരങ്ങനല്ല. ചിലരെങ്ങനാ? അവർ കൂലിക്കാർ. അവർക്ക് ആത്മാർത്ഥതയില്ല. അവരാടിനെ ചെന്നാട് മുമ്പിൽ ഇട്ട് കൊടുക്കും. അതൊന്നും അവർക്കൊരു വിഷയമല്ല. പിന്നെയും കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ അവസാനം നിർത്തുന്നത് അങ്ങനെയാണ്, ഞാൻ നല്ല ഇടയൻ. നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? ഇന്നത്തെ കാലത്തെ ഈ ആത്മാർത്ഥത ഇല്ലാത്ത ഇടയന്മാരെയാണോ? ഞാനും അങ്ങനെ ആകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു. അതോ നമുക്ക് ഒരു നല്ല ഇടയനുണ്ടല്ലോ യേശു. ഞാനും ആരെ നോക്കണം? നല്ല ഇടയനെ പോലെ ആകുവാൻ. പിശാച് സഭയ്ക്കകത്തോ, പിശാച് ഒരു സഭയ്ക്കകത്തോ ഒരു കുടുംബത്തിൻ്റെ അകത്തോ കയറി കളിക്കുവാൻ എന്ത് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അന്യോന്യം ഓർത്ത് പ്രാർത്ഥിച്ച്. ഇതൊരു നെറ്റ്വർക്കാണ് ദൈവമക്കളെ, ഇതൊരു സ്ട്രോങ് നെറ്റ്വർക്കാണ് ഇല്ലേ? അല്ലല്ലേ? നമ്മൾ ഒന്നിച്ച് ആത്മാവിൽ ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ സന്തോഷത്തിൽ നമുക്ക് വളരുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ കണ്ടു ഞാൻ നല്ല ഇടയൻ. ഇവിടെ നമ്മൾ കണ്ടു പിശാചാണ് വെളിച്ചദൂതൻ്റെ വേഷവും കെട്ടി. വെളിച്ചദൂതൻ്റെ വേഷം എന്ന് വെച്ചാൽ ദൂതനെ പോലാണ് പിശാച് നിൽക്കുന്നത്. എന്നിട്ട് 15-ാമത്തെ വാക്യത്തിൽ പറയാം, ചില ദൈവദാസന്മാരും അങ്ങനെ. എല്ലാവരും ബൈബിളിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. ഈ പൊട്ടത്തരങ്ങൾ പറയുന്നവരും ദുരുപദേശം പറയുന്നവരൊക്കെ ഇവിടെ നിന്നാണ് പ്രസംഗിക്കുന്നത്. എവിടുന്നെങ്കിൽ ബൈബിളിൽ നിന്ന് ഒരു വാക്യത്തിൻ്റെ മൂല ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇതിങ്ങനാന്ന് അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് അതാ ദുരുപദേശം. സത്യ ഉപദേശം പരിശുദ്ധാത്മാവിലാവുമ്പോൾ ദുരുപദേശം ദുരാത്മാവിലാണ്. അവിടാണ് അതിൻ്റെ ഡേഞ്ചർ. സത്യ ഉപദേശം നമ്മുടെ ആത്മീയ ക്ഷീണത്തിൽ നമ്മളിത് കേൾക്കാനിരുന്ന് കഴിഞ്ഞാൽ ഈ ദുരാത്മാവ് നമ്മുടെ മണ്ടയ്ക്ക് നമ്മളെപ്പോഴും അങ്ങ് ആത്മനിറവിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴും അതുപോലെ പ്രാർത്ഥനയിൽ ആരാധിച്ച് ഒരുക്കത്തിലിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ എങ്ങനെയാണ് എപ്പോഴും നമ്മൾ ഈ നിറവിലല്ല നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദുരുപദേശവും മറ്റൊരു ഉപദേശവും ഒന്നും കേൾക്കാൻ പോകല്ല. അത് കേട്ടിരിക്കുക പോലും ചെയ്യില്ല. കേട്ട് അതിൻ്റെ അകത്ത് എന്തുവാ കേട്ടിരുന്ന് അതിൻ്റെ അകത്തെ പോയിന്റുകൾ കുറിച്ച് അവരോട് ഡിബേറ്റ് ഒന്നും ചെയ്യാൻ പോട്ടെ. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത ഇന്നാൾ ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ എന്നോട് പറയാം, ഞാനതെല്ലാം എല്ലാം കേൾക്കും. എന്നിട്ട് കേട്ടിട്ട് അതിനകത്ത് എന്തുവാ തെറ്റുകളെന്ന് കണ്ടുപിടിക്കാൻ. അവസാനം ഞാൻ ഇതുപോലത്തെ എത്ര കേട്ടതാ. ഇത് കേട്ട് അവസാനം സത്യ ഉപദേശം പിന്നെ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ചെവി മന്ദമായി പോയി, ഹൃദയം കല്ലായി പോകുന്ന എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് കേൾക്കാൻ പോകലെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ഹൗവേ ഉപായത്താൽ ചതിച്ചതുപോലെന്നാണ് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 15-ാമത്തെ വാക്യം ഒന്നും വായിച്ചു. അപ്പൊ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുക അവൻ്റെ വേലക്കാരൻ. അപ്പോൾ ഈ കള്ള അപ്പോസ്തലന്മാർ ആരുടെ വേലക്കാരാണ്? പിശാചിൻ്റെ വേലക്കാരൻ. ദൈവമക്കളെ, ഇന്ന് എനിക്ക് പേഴ്സൻറ്റേജ് ഒന്നും പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ഒരു നല്ല ഭാഗം ഇവിടെ പറയുന്ന പോലെ ആരുടെ വേലക്കാരായി പോവുക. എല്ലാ ദൈവദാസനും അവരുടെ ജോലി വിട്ട് വില കൊടുത്ത് ഓരോ കാര്യങ്ങൾ അവർക്കെല്ലാം അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ മേഖലയിൽ അവർക്ക് ജോലി ചെയ്യാമല്ലോ. അത് വേണ്ട എന്ന് വെച്ച് വളരെ വില കൊടുത്ത് വളരെ സമർപ്പണത്തോടുകൂടി അവരുടെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടത്തിലെല്ലാം വളരെ കട്ടിയായ തീരുമാനങ്ങൾ എടുത്താണ് എല്ലാ ദൈവദാസന്മാരും മുൻപോട്ട് വരുന്നത്. ഈ മരുഭൂമി യാത്രയുടെ മധ്യത്തിൽ
ദ്രവ്യാഗ്രഹമാണ്, പണമാണ് ഏറ്റവും വലിയ പണം, പെൺവിഷയം, സ്ഥാനമോഹം, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ, ലോകമോഹങ്ങൾ വന്നിട്ട് എന്ത് പോകുന്നതാ, തെറ്റിപ്പോകുന്നതാ, കാഴ്ചപ്പാട് മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, അവൻ്റെ വേലക്കാർ അവർ നീതിയുടെ ശുശ്രൂഷകരുടെ വസ്ത്രം ധരിച്ച് ചെന്നായി ആടിൻ്റെ വസ്ത്രം ധരിക്കുന്ന പോലെ. വെളിയിൽ നോക്കുമ്പോൾ ആരാണ്? ഒരു ദൈവദാസനാണ്, ഇടയനാണ്. പറയുമ്പോഴൊക്കെ വളരെ ജ്ഞാനത്തിൻ്റെ വാക്കുകളാണല്ലോ പറയുന്നത്, നല്ല പ്രസൻറ്റേഷനാണല്ലോ, വചനമൊക്കെ പറയുന്നുണ്ട്, നല്ല ഫിലോസഫിക്കലായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, അത് നമ്മൾ യേശുവിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ളത് അല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവരെ പറ്റി ഇവിടെ എന്തോ കള്ളവേലക്കാർ, കപട അപ്പോസ്തലന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അവർ ഈ പിശാചിൻ്റെ കൂട്ട് തന്നെയാണ്. പിശാച് വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്ന പോലെ ഈ കള്ള അപ്പോസ്തലന്മാർ അവർ ആത്മീയമായിട്ട് ക്ഷീണിച്ച് പരിശുദ്ധാത്മാവ് വിട്ടുപോയി. ഇപ്പം ദുരാത്മാവിനാലാണ് അവർ നീതിയുടെ വേലക്കാരുടെ അവരുടെ അവസാനം അവരുടെ പ്രവൃത്തിക്കൊത്താണ്. ഇപ്പം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഇങ്ങനെ തെറ്റിപ്പോകുന്ന ദൈവദാസന്മാരെയൊക്കെ അങ്ങോട്ട് പിടിച്ച് കുലുക്കാൻ പറ്റുമോ? പറഞ്ഞാൽ കേൾക്കുമോ? ഈ വിശ്വാസികളോടൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു പാസ്റ്ററല്ലേ പറഞ്ഞതെന്ന് വിചാരിച്ചവർ ചിലപ്പം കേട്ടെന്നിരിക്കും. വിശ്വാസികൾ പോലും ഇച്ചിരി വചനം പഠിച്ചു കഴിഞ്ഞാൽ എന്നെ ആരും പഠിപ്പിക്കാനൊന്നും വരണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. ഈ ദൈവദാസന്മാർ കേൾക്കും, ഉടനെ തുടങ്ങും, ഞാൻ 20 വർഷമായി, 30 വർഷം, 40 വർഷം, എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്നറിയാം എന്ന് പറഞ്ഞ് അവരുടെ വീമ്പടി അങ്ങോട്ട് തുടങ്ങും. ആരെങ്കിലും കേൾക്കുമോ? കേൾക്കത്തില്ല. വലിയ പാടാണ് അവരെ മാറ്റാൻ. പക്ഷേ ഒറ്റ കാര്യത്തിൽ പൗലോസ് പറഞ്ഞാൽ പോലും അവരെന്ത് ചെയ്യത്തില്ല, കേൾക്കത്തില്ല. ഈ കൊരിന്ത്യ സഭയിൽ ഒത്തിരിയാണ്. ഇതാണ് കൊരിന്ത്യ സഭയുടെ ക്ഷീണം. വിവേചനമില്ല. അതിങ്ങനെ അങ്ങോട്ട് ഓപ്പൺ പോഡിയം, ഓപ്പൺ സ്റ്റേജ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോകാം, ആർക്ക് വേണമെങ്കിലും ഇവിടെ ശുശ്രൂഷിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോകാം. അവിടുത്തെ ദൈവദാസനും ഉണ്ടായിരിക്കും. മൂപ്പന്മാർക്കും വിവേചിക്കാൻ കഴിയുന്നില്ല, വിവേചനത്തിൻ്റെ ആത്മാവും ഇല്ല. അവരെല്ലാം കേട്ട് ഇതെല്ലാം സ്വീകരിച്ച് അവരിയ്ക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഒറ്റ കാര്യമേ പൗലോസിന് പറയാൻ പറ്റത്തുള്ളൂ, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തായിത്തീരും. അവരുടെ അവസാനം നാശമാണ് വചനം പറയുന്നത്. ആ ഭാഗം കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണല്ലോ. ഒന്ന് വായിച്ചാട്ട് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. Philippians 3:19. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ആരെപ്പറ്റി എഴുതിയിരിക്കുന്നത്? ക്രൂശിൻ്റെ ശത്രുക്കളായി തീരുന്നു. ക്രൂശിൻ്റെ ശത്രുക്കളായി തീരുന്നു. അപ്പോൾ ആ ക്രൂശിൻ്റെ ശത്രുക്കളായി തീരുന്നു അനേക ദൈവദാസന്മാർ. അവർ ക്രൂശിൻ്റെ ശത്രുക്കളായി തീരുന്നു. അവരുടെ ദൈവം ആരാണ്? എത്ര പച്ചയ്ക്കാണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. അവരുടെ ദൈവം എന്തുവാ? എൻ്റെ പേഴ്സ് നിറയണം, എൻ്റെ വയറ് നിറയണം. പച്ചയ്ക്കാ പരിശുദ്ധാത്മാവ് എഴുതി. ഇത് എപ്പം തുടങ്ങിയതാണ്? 2000 വർഷം മുമ്പേ ദൈവദാസന്മാരെ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാക്കാൻ പിശാച് തുടങ്ങിയതാണ്. ആ പിശാച് തന്നെ ഇന്നും പ്രവർത്തിക്കുന്നത്. ഈ സെയിം നമ്പറാണ് പലപ്പോഴും പിശാച് അന്നും ഇന്നും ക്ഷീണിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ ബലഹീന ഏരിയകളൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മളെ എപ്പോഴും ക്ഷീണിപ്പിക്കുന്ന എന്നാൽ നമുക്കൊരു സുബോധം വരണ്ടേ? എത്ര വട്ടം ഇതേ പദ്ധതിയുമായിട്ട് വന്ന് നമ്മളെ ക്ഷീണിപ്പിച്ചതാണ്. പിന്നെയും ഈ പദ്ധതിയുമായിട്ട് വരും പിശാച് പലപ്പോഴും ജയിക്കണം. അതൊന്ന് വിവേചിച്ച് അതിൽ നിന്നും വിട്ടു നിൽക്കുവാൻ പലപ്പോഴും കഴിയാത്ത തന്നെ. ഇവിടെ ദൈവദാസന്മാരെ പറ്റി എഴുതിയിരിക്കുക. മേളിലോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ ദൈവം വയർ. അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. അവർ ശുശ്രൂഷ ചെയ്യുന്ന എന്തിനാണ്? വയർ. അവരുടെ ദൈവം വയറ്. ലജ്ജയായത് അല്ലല്ലോ. ദൈവമക്കൾ ലജ്ജിക്കേണ്ട വിഷയങ്ങളൊക്കെ അത് വലിയ ഗമയായിട്ടാണ് പറയുന്നത്. അതവർക്ക് മാനം തോന്നുന്നു. ഇപ്പം മനസ്സിലായല്ലോ? ഈ ദൈവദാസന്മാർ എന്തുവാ ശുശ്രൂഷിക്കുന്നത്? അവരുടെ അവസാനം നാശം. ഈ ഭൂമിയിലുള്ളത് ചിന്തിച്ച് ഭൂമിയിലുള്ളത് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെയും അവസാനം എവിടാ? കേൾക്കുന്നില്ല? നിങ്ങൾക്ക് ഉറപ്പില്ല. ദൈവദാസന്മാരുടെ അവസാനം എന്തുവാന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി. എല്ലാ ദൈവദാസന്മാരുടെയും അല്ല. അവരുടെ വയറ് ദൈവം, ലജ്ജയായതിൽ മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർ മേളിൽ എഴുതിയിരിക്കുക, ദേ ബിക്കം എനിമീസ് ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ദ ക്രോസ്. അല്ല, അവർ ക്രൂശിൻ്റെ ശത്രുക്കളായി തീരുക. ഇവിടെ ദൈവദാസൻ പരിശുദ്ധാത്മാവിൽ പൗലോസ് ക്രൂശ് പ്രസംഗിക്കുമ്പോൾ ക്രൂശിൻ്റെ സുവിശേഷം, ക്രൂശിൻ്റെ ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്, കഷ്ടതയെക്കൂടി നമ്മളെ ശുദ്ധീകരണത്തോടുകൂടി സ്വർഗത്തിന് യോഗ്യരാക്കുന്ന ക്രൂശിൻ്റെ വചനം അതനേകർക്ക് പോഷത്വമായി തീരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് വലിയ ദൈവശക്തിയായിട്ട് വ്യാപരി. അപ്പോൾ ക്രൂശിൻ്റെ വചനം സത്യമായിട്ട് സത്യാത്മാവിൽ ചുരുക്കമായിട്ടുള്ള ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ഒരു ഭൂരിഭാഗം എന്തുവാ? അവരുടെ വയറ് അവരുടെ ദൈവം. അവർ ലജ്ജയായതിൽ മാനം തോന്നുന്നു. അവർ പ്രസംഗിക്കുന്നത് ഏത് വിഷയമാണ്?
അങ്ങനെയുള്ള കേൾക്കുന്ന ദൈവമക്കളും കേൾക്കാൻ പോകുന്ന ഈ ദൈവമക്കളുടെയും ആഗ്രഹം അതാ. അവരുടെ വിഷയം ഭൂമിയിലുള്ളത് അവർ ചിന്തിക്കുന്നു, ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നു. അവരുടെ അവസാനം എവിടാ? സ്വർഗത്തിൽ ഒരു സ്പ്രിംഗ് മെത്ത തരത്തില്ല, ഒരു നല്ല കസേര സിംഹാസനമൊന്നും കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു മൂലയ്ക്ക്, ചിലർ പറയും പല വാസസ്ഥലമുള്ള മൂലയ്ക്ക് ഒരു പായിട്ട് കിട്ടും എന്ന് വിചാരിക്കേണ്ട. എത്ര വ്യക്തമാണ് എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിൽ നാശമൊന്നുമില്ല. സ്വർഗത്തിൽ മൂലയ്ക്ക് പോയിരുന്നാലും അവിടെ എന്തില്ല? എത്ര വ്യക്തമായിട്ട് ദൈവം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളെ പറ്റി പറയുന്നു. അവർ സ്വർഗത്തിലുള്ളതല്ല ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നു. അവരുടെ അവസാനം നാശം, their end is destruction എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അതിന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളെ പേടിപ്പിക്കുവാണോ? നിങ്ങളെ പേടിപ്പിച്ചാൽ നിങ്ങൾ അടുത്ത ആഴ്ച വരത്തില്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഇച്ചിരി ഒന്ന് ബട്ടറും ജാമും ഒക്കെ തേച്ച് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്താലും രക്ഷയില്ല. ഞാനും മനസ്സിലാക്കണം, നിങ്ങളും മനസ്സിലാക്കണം. എൻ്റെ കാഴ്ചപ്പാടും നാളെ ഭൂമിയിലുള്ളതാണെങ്കിൽ എൻ്റെ അവസാനവും എന്തുവാ? ദൈവഭയത്തോട് ഞാനും ഓർക്കണം, നിങ്ങളും ഓർക്കണം. വചനത്തിന് ഒരു മാറ്റവുമില്ല ദൈവമക്കളെ. ആകാശം മാറും, ഭൂമി മാറും, കാലം മാറും, സ്റ്റൈല് മാറും, ഉപദേശ രീതികൾ മാറും, ആരാധന ട്രെൻഡ് മാറും. എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല എന്നല്ല എഴുതിയിരിക്കുന്നത്. വചനമാണ്. വചനമായിട്ട് എന്നെ മനസ്സിലാക്കുവാൻ സഹായിക്കട്ടെ. ഇനി 16 തൊട്ടുള്ള വാക്കുകൾ ഞാൻ ഓടിച്ചങ്ങ് പോവാം. താഴോട്ട് എഴുതിയിരിക്കുക, ആരും എന്നെ ബുദ്ധിഹീനരായിട്ട്, ഞാൻ പൊട്ടനൊന്നും അല്ല. നിങ്ങൾക്ക് പൊട്ടനായിട്ട് തോന്നുന്നത് കർത്താവ് പറയുന്നത് അതുപോലെ പറയുന്നു, നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഭോഷത്വമായിട്ട് തോന്നേ ഉള്ളൂ. ചില കാര്യത്തിലൊക്കെ എനിക്കും പുകഴാനുണ്ട്. ഞാൻ കർത്താവിന് വേണ്ടി വില കൊടുത്തു നിൽക്കുന്നു. ആ ഒരു അധികാര പ്രാഗൽഭ്യത്തോട് ജീവിതമുണ്ട്. പൗലോസ് പറയുമ്പോൾ എനിക്ക് എന്തുണ്ട്? ജീവിതമുണ്ട്. ജീവിതത്തോടുകൂടി എനിക്ക് പുകഴാൻ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ പൗലോസിനെ കളിയാക്കുന്നത് ഇവിടെയുള്ള ചില യഹൂദന്മാരോടാണ്. അത് നമുക്ക് താഴെ വരുമ്പോൾ മനസ്സിലാവും. ഇവിടെയുള്ള ചില ഒരേ കമ്മ്യൂണിറ്റിയാണ് പോരിടുന്നത്. വിശ്വാസത്തിൽ വരുന്ന പല കമ്മ്യൂണിറ്റിയിൽ നിന്നല്ലേ ആൾക്കാർ വരുന്നത്. ഇവിടെയുള്ള പഴയ, ഞാൻ പറഞ്ഞല്ലോ, അവരാരാണ്? ഈ യഹൂദന്മാരാരാ? എല്ലാ സഭയിലും ഉണ്ട്, റോമിലും ഉണ്ട്. റോമിലുള്ള യഹൂദന്മാരങ്ങോട്ട് ഹുങ്ക് കയറിയിട്ട് ദൈവമക്കൾ മറ്റുള്ള ജാതികളിൽ നിന്ന് വന്നവരെല്ലാം കൊച്ചാക്കിയിട്ട് ഞങ്ങൾ യഹൂദനാണ്, ഞങ്ങൾ പഴയ വിശ്വാസി, ഞങ്ങൾ പണ്ട് തൊട്ട് എബ്രഹാമിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ചീർത്തിരുന്നപ്പോൾ റോമാലേഖനത്തിൽ പൗലോസ് എഴുതുന്ന എന്തുവാ? നീ യഹൂദനാണേലും യവനനാണേലും ഒരു വിശേഷതയില്ല. യു ആർ ഓൾ സെയിം ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങളെല്ലാം ഒരുപോലെ. അതുകൊണ്ട് യഹൂദൻ, അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഈ ടീം. ഇവർ യെരുശലേമിൽ നിന്ന് പണ്ട് ചിതറിപ്പോയതാണ്. ഓരോ സഭയിലെ ആദ്യത്തെ വിശ്വാസികളാണ്. നമ്മുടെ ഭാഷയിൽ പഴയ വലിയ സഭകളുടെയൊക്കെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വലിയ കമ്മിറ്റി മെമ്പേഴ്സ്, മൂപ്പന്മാരും അങ്ങ് അച്ചായന്മാരായിട്ട് അങ്ങ് ഇരിക്കുക. ഇവിടെ ഉണ്ട് അങ്ങനത്തെ കുറേ ഉണ്ട് കൊരിന്ത്യ സഭയിൽ. അവരാണ് ഈ പ്രശ്നം. അവരാണ് പൗലോസിനെ ഭോഷൻ എന്ന് വിളിക്കുന്നത്. അവരോടാണ് നേരെ പൗലോസ് പറയുന്നത്. ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൗലോസ് 21-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാണ്. അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നുവെന്ന് ഞാൻ മാനം കെട്ട് പറയും. എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു. ഞാനും ധൈര്യപ്പെടുന്നു. കർത്താവിനുള്ള ധൈര്യത്തോട് താൻ പറയുക. അവർ എബ്രായരോ ഞാനും അതെ. ആ എന്നെ കുറ്റപ്പെടുത്തുന്നവനുണ്ടല്ലോ, ഭോഷൻ എന്നൊക്കെ വിളിക്കുന്നവൻ, ഈ വചനം കേൾക്കാൻ പറ്റാത്തതിന് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പം വചനം പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുക. ഇതിനകത്ത് കുറച്ച് പേര് അതിൻ്റെ എതിർ നിന്ന് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ശരിക്കും കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരോട് അങ്ങ് ഡൗൺ ആയിപ്പോവും. ആകെ ഞാൻ പറഞ്ഞില്ല, ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കുമ്പോൾ, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ, നിർമ്മലമായിട്ട് അല്ലെങ്കിൽ നല്ല മനസാക്ഷിയോടുകൂടി ഒരു ശുദ്ധ ഹൃദയത്തോട് വചനം കേൾക്കുവാൻ താല്പര്യമുള്ളവർ, ആത്മീയമായിട്ട് വളരുവാൻ താല്പര്യമുള്ളവരോട് അതിലങ്ങ് ഡൗൺ ആയിപ്പോൾ സാത്താൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ കുറച്ച് യഹൂദന്മാർ നിൽക്കുക, പഴയ വിശ്വാസികൾ, ആദ്യകാല വിശ്വാസികൾ. 3 തലമുറയായി, 4 തലമുറയായി, 5 തലമുറയായി, ഞങ്ങൾ പണ്ട് തൊട്ട് വചനം ഞങ്ങളൊക്കെ അങ്ങ് അരച്ച് കലക്കി കുടിച്ച് അങ്ങ് അറിയാം എന്ന് പറഞ്ഞ് ഹുങ്ക് പറയുന്ന വിശ്വാസികളാണ്. പലപ്പോഴും കർത്താവ് പറഞ്ഞില്ലേ, നീയൊട്ട് പരീശന്മാരെയും നോക്കി പറഞ്ഞെന്തുവാ? നീയൊട്ട് സ്വർഗത്തിൽ നീ ഒരു തടങ്ങൽ പാറയായിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. നീയൊട്ട് പോകത്തുമില്ല, പോകുന്നവന് നീ ഒരു സ്വർഗത്തിൽ പോകാനുള്ള നീ ഒരു തടസ്സമാ എന്നാണ് യഹൂദനെ നോക്കി യേശു പറഞ്ഞത്. പിന്നെ ബാക്കി വേറൊന്നും പറയണ്ടായല്ലോ. ഇവിടെ അപ്പോസ്തലൻ പറയുക, നീ ഒരു യഹൂദനാണോ? ഞാനും ഒരു യഹൂദനാണ്. എന്നിട്ട് നീ ഇസ്രായേലിനാണോ? ഞാനും ഇസ്രായേലിനാണ്. നീ എബ്രഹാമിൻ്റെ സന്തതിയാണോ? ഞാനും അതേ. എന്നിട്ട് പറയുക, നിങ്ങൾക്ക് പുകഴാൻ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയാം. അങ്ങനല്ലേ ഒരു മത്സരത്തിന്, ഒരു ഡിബേറ്റിന് ജയിക്കണമെങ്കിൽ നമ്മൾ ഒപ്പം നിൽക്കുന്ന കാര്യങ്ങൾ ജയിക്കത്തില്ല. ചിലർ ആം റെസ്ലിംഗ്, ചിലർ പലവിധ കോമ്പറ്റീഷൻ, അതൊക്കെ ഇപ്പം ഞാനും 2 പേരും ഒപ്പം നിൽക്കുവാണെങ്കിൽ ആ വ്യക്തിക്ക് അറിയാത്ത ചില വിഷയം അങ്ങോട്ടിടും. ഇത് നിനക്കറിയാം. ഇതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം.
തീർന്നില്ലേ? കാറ്റ് പോയില്ലേ? അല്ലല്ലേ? പൗലോസ് ആ ഒരു തന്ത്രം പരിശുദ്ധാത്മാവിൽ ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ ഉപയോഗിക്കുക. അവരൊപ്പം നീ യഹൂദനാ, ഞാനും യഹൂദനാ, നമ്മളെല്ലാം അബ്രാഹാമിൻ്റെ മക്കളാണ്, നീ കൂടുതൽ വചനമൊന്നും പഠിപ്പിക്കണ്ട, ഞാനങ്ങ് സ്വർഗത്തിൽ പോകും എന്ന് പറയുന്നതോട് അടുത്ത 23-ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ പിന്നെയും പറയുക, ഞാൻ ബുദ്ധിഭ്രമമൊന്നുമില്ല, ഞാൻ പോഷണമൊന്നുമല്ല. ഇനി നീ സഹിക്കാത്ത ചില കാര്യങ്ങൾ, നീ വില കൊടുക്കാത്ത ചില വിഷയങ്ങൾ, നിന്നെക്കൊണ്ട് കർത്താവ് ശുശ്രൂഷ ചെയ്യിപ്പിക്കാത്ത ചില ശുശ്രൂഷകൾ ഞാൻ ചെയ്തു. കർത്താവ് എന്നെയാണ് അതിന് യോഗ്യനായിട്ട് തിരഞ്ഞെടുത്തത്. എന്നിട്ട് ആ യഹൂദന്മാരോട്, ആ മൂപ്പന്മാരോട് പറയുക, വായിച്ചാട്ടെ, അതൊന്ന് ലിസ്റ്റ് ഒന്ന് വായിച്ചാട്ടെ. ഏറ്റവും അധികം ഞാൻ അധ്വാനിച്ചു, 1000കണക്കിന് കിലോമീറ്റർ. കർത്താവും അതുപോലെ നടന്ന ശുശ്രൂഷ ചെയ്ത് ഈ 3 പ്രോവിൻസും ഇസ്രായേൽ മാത്രമേ കർത്താവ് നടന്നുള്ളൂ. കാര്യം അത്രയും വർഷം, 3.5 വർഷം ശുശ്രൂഷ. പൗലോസ് രാജ്യങ്ങൾ, ഈ ജെരുശലേം തൊട്ട് ഈ ലൂരിയ ദേശം വരെ 3 ഭൂഖണ്ഡങ്ങൾ. പൗലോസ് പറയുന്ന സത്യമാണ്, വചനം അത് റെക്കോർഡും ചെയ്തിട്ടുണ്ട്. വചനം എന്തുവാ പറയുന്നത്? ഭവനം തോറും ഗ്രാമം തോറും കുതിരയിലൊന്നുമല്ല, കഴുതപ്പുറത്തൊന്നുമല്ല, നടന്നായിരിക്കും. അല്ലല്ല, അങ്ങനെ നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നടന്ന് അപ്പം ഇത്രയും വില കൊടുത്താണ് താൻ ശുശ്രൂഷത്. അല്ലല്ല, ഇത്രയും 30-35 വർഷം താൻ ഇത്രയും രാജ്യങ്ങൾ താൻ നടന്ന് ഏറ്റവും അധികം ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു, ശുശ്രൂഷിച്ചു. എന്നിട്ട് അധികം പ്രാവശ്യം തടവിലായി. ഏറ്റവും കൂടുതൽ യേശുവിന് വേണ്ടി, ഒന്നും തൻ്റെ ക്രൈമല്ല, താൻ ചെയ്ത തെറ്റല്ല, യേശുവിനെ വേണ്ടി സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട് മാത്രം, അത് അവിടുത്തെ രാജാവിൻ്റെയും ചക്രവർത്തിയുടെയും നിയമത്തിന് എതിരായതുകൊണ്ട് അധികം പ്രാവശ്യം ക്രിസ്തുവിന് വേണ്ടി ഞാൻ തടവിലായി. അനവധി അടി കൊണ്ടു. നമുക്കറിയാം എത്ര അടി കൊണ്ടു. താൻ തന്നെ പറയുന്നുണ്ട്, ഒന്ന് കുറേ യേശു കർത്താവ് 40 അടിയെ കൊണ്ടുള്ളൂ, താൻ എന്ത് ചെയ്തു? 5 പ്രാവശ്യം കൊണ്ടു. അതുപോലെ 40 അടി എത്ര കൊണ്ടു? ഒന്ന് കുറേ 40 അടി 5 പ്രാവശ്യം കൊണ്ടു എന്നാണ് താൻ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പലപ്പോഴും പ്രാണഭയത്തിലായി, തടവിലായി, പ്രാണഭയത്തിലായി. എവിടെ എഴുതിയിട്ടുണ്ടല്ലോ, 5 വട്ടം അടികൊണ്ടു. യെസ്, 3 വട്ടം. അതൊക്കെ അടിച്ചങ്ങ് പൊട്ടിക്കുക. ഈ ചാട്ടവാറിനാലുള്ള അടി എന്ന് പറഞ്ഞാൽ മാംസം ഇളകിപ്പോവും, പക്ഷേ എല്ല് തകരുന്നില്ല. ഇതിൻ്റെ അടുത്ത കൊടും ക്രിമിനൽസിനെ അടിക്കുന്ന രീതി നമ്മൾ സ്റ്റീൽ പൈപ്പ് വെച്ച് അടിക്കുന്ന പോലെ ഉരുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും? കമ്പ് കോല് വെച്ചിട്ട് അപ്പോഴത്തേക്ക് എല്ലൊക്കെ തകർന്നു പോകും. നമുക്കറിയാം, പണ്ടൊക്കെ പോലീസ് ചെയ്യുമായിരുന്നു, മുട്ടൊക്കെ അടിച്ചങ്ങ് പൊട്ടിക്കും. അടിച്ച് കോലിനാൽ എത്ര പ്രാവശ്യം അടി കൊണ്ടു? എന്നിട്ടും കൃപയാൽ താൻ നടക്കുന്നല്ലോ, ജീവിക്കുന്നല്ലോ. കല്ലേറ് കൊണ്ടു. ഈ കല്ലേറ് എന്തിനാ? ഈ പട്ടിയൊക്കെ കല്ലെറിഞ്ഞ കല്ലെറിഞ്ഞ് ഓടിക്കുമല്ലോ. അവിടുത്തെ കൾച്ചർ അനുസരിച്ച് കല്ലെറിയുന്നത് എന്തിനാ? ക്രിമിനൽസ് കല്ലെറിയുന്നത് മരണം വരെയാ. കൊച്ചു കല്ലല്ലേ എറിയുന്നത്, വലിയ കരിങ്കൽ കഷ്ണം എറിയുന്നത് സ്തേഫാനോസിനെ എറിഞ്ഞതുപോലെ മരിക്കുന്നത് വരെയാണ് കല്ലെറിയുന്നത്. എന്നിട്ടും ആ തലയൊന്നും തകർന്നു പോകാതെ കർത്താവ്, ചോര വന്ന് കാണും, ഞരമ്പുകൾ മുറിഞ്ഞ് കാണും, ബ്ലീഡ് ചെയ്ത് കാണും, മയങ്ങിപ്പോയി കാണും, ബോധമില്ലാതെ പോയി കാണും. പക്ഷേ ഹല്ലേലൂയ, ആ കല്ലേറ് കൊണ്ടപ്പോഴും താൻ മരിച്ചു പോയില്ല. കാര്യം ശുശ്രൂഷ തീർന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ വില കർത്താവിന് വേണ്ടി കൊടുത്തു. എന്നിട്ട് 3 ഇതല്ലേ യേശുവിന് വേണ്ടി യാത്ര ചെയ്യുന്നു. ആ ചെല്ലുന്ന രാജ്യത്തിൽ എത്താതിരിക്കാൻ കപ്പൽ അങ്ങ് തകർക്കുവാന്നേ പിശാച്. എന്നിട്ട് ഈ ഐസ് പോലത്തെ വെള്ളത്തിൻ്റെ അകത്ത് കപ്പൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, പലപ്പോഴും ഈ ആഴക്കടലിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ എന്തുവാ? മരവിച്ച ഫ്രീസറിൻ്റെ അകത്തുള്ള തണുപ്പ്, അല്ലെങ്കിൽ ഐസ് അവിടെയൊക്കെ മരവിച്ചങ്ങ് കിടക്കുക വെള്ളത്തിൻ്റെ അകത്ത്. എന്നിട്ടും അല്ലല്ലേ പൊങ്ങിക്കിടന്നു അവിടെ എത്താൻ ദൈവം, കരയിലെത്താൻ ദൈവം അനുവദിച്ചു. 3 വട്ടം. ഒരു കപ്പൽ ഛേദം നമുക്ക് ബൈബിളിൽ അറിയാം. താൻ ലിസ്റ്റ് പറയുക. ഇവരങ്ങോട്ട് വലിയ പുകഴ്ച പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ദൈവം എന്നെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ വിളിയുടെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ടാണ് തകർത്ത് കളയാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കടൽക്കാരാലുള്ള ആപത്ത്, സ്വജനക്കാരുടെ ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കം. ഇതൊക്കെ പറഞ്ഞപ്പം ഒറ്റയടിക്ക് അങ്ങ് തീർന്നേ. പലവട്ടം ഉറക്കളപ്പ്. തനിക്ക് ഉറങ്ങാനൊന്നും തികഞ്ഞ് കിട്ടിയിട്ടില്ല, റെസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. തൻ്റെ കാലിത്രയും നടന്ന് നീര് വെക്കുമ്പോൾ അടുത്ത് കടലിനാൽ, കാട്ടിലും ആപത്ത്, എല്ലായിടത്തും എവിടൊക്കെ ചെല്ലുന്നോ തൻ്റെ ശുശ്രൂഷയിൽ തടസ്സം വെക്കാൻ എന്തൊക്കെ. ഈ ലിസ്റ്റ് നമ്മൾ ഒറ്റയടിക്ക് വായിച്ചങ്ങ് തീർന്നു. പക്ഷേ സഹിച്ചവനെ അറിയത്തുള്ളൂ. ഒരു മനുഷ്യന് സഹിക്കാം. ഞാൻ പറഞ്ഞ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി പക്ഷേ മരിച്ചില്ല, അല്ലേ? കോലിനാൽ അടിച്ചു തകരാൻ വേണ്ടി അസ്ഥി ഓടിയാൻ ദൈവം അനുവദിച്ചില്ല. പിന്നെ നടക്കേണ്ടതല്ലേ കർത്താവിന് വേണ്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട്
പലവട്ടം പട്ടിണി, ശീതം, നഗ്നത. സഹിക്കാൻ പറ്റാതെ, കിടക്കാൻ സ്ഥലമില്ലാതെ, നഗ്നത, വേണ്ട പോലും നല്ല ഡ്രസ്സ് ധരിക്കാനില്ലാതെ, കീറിയതും ഒക്കെ ആയിരിക്കും. താൻ ആരാ? രാജാക്കന്മാർക്ക് വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ള ഒരു രാജാവ് വിചാരിച്ചു, നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ, തൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടുമെന്ന് വിചാരിച്ച് തന്നെ വിട്ടയക്കാൻ വരും തീരുമാനിച്ചു. അപ്പം രാജാവിന് അങ്ങോട്ട് പണം കൊടുക്കുവാൻ, ഇന്നൊക്കെ ഒരു രാജാവിന് പണം കൊടുക്കണം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ സാധാരണ പണക്കാർ പോലും, യൂസഫ് അലി പോലത്തെ ആൾക്കാർ പോലും 8,000 കോടി 16,000 കോടി ആസ്തിയും ടേൺ ഓവറുള്ള ഒരാൾക്കാരാണ്. 16,000 കോടിയൊക്കെ ടേൺ ഓവറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു രാജാവിന് ഇന്നത്തെ കാലത്ത് കാശ് കൊടുക്കണമെങ്കിൽ എത്ര കോടി കൊടുക്കണം? നിങ്ങളും ചിന്തിക്കുക. ഒരു 50,000 കോടിയൊക്കെ കൊടുത്താൽ മാത്രമേ ഒരു രാജാവ്, അത്രയും കൊടുത്താലൊന്നും അത് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്താൽ പോലും, ഇവിടെയൊക്കെ നമുക്കറിയാമല്ലോ 1600 ഓരോ കോടികളൊക്കെ നമുക്കറിയാം. അപ്പം ഒരു 50,000 കോടി അല്ലെങ്കിൽ പോട്ടെ എത്ര ആയിക്കോട്ടെ, ഒരു 1000 കോടി ആയിക്കോട്ടെ രാജാവിന് കൊടുക്കുവാൻ. അപ്പോൾ അത്രയും കോടികൾ ഉണ്ടായ ഒരു, അല്ലെങ്കിൽ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരപ്പൻ്റെ മോൻ, ഒരു ഭവനത്തിലെ ആസ്തിയുള്ളവൻ, ഇതെല്ലാം ക്രിസ്തുവിന് വേണ്ടി ലാഭമായതുള്ളതൊക്കെ വേണ്ട ഛേദമെന്ന് വെച്ച് ഗാർബേജ് ആക്കി ഇറങ്ങിയതാണ് യേശുവിന് വേണ്ടി. ഒരു വചനത്തിൽ പോഷത്വം എഴുതത്തില്ല. ഒരു രാജാവ് വിചാരിച്ചു തൻ്റെ ഇത് പണം കിട്ടും. ആ മനുഷ്യനാണ് ഇപ്പം നടക്കുന്നത് എങ്ങനെയാണ്? കീറിയ ഡ്രസ്സ് ഇട്ട്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടോ? ഇന്ന് നിർത്തിക്കോണം പരാതി. പ്രൈസ് ലോർഡ്. ആരെങ്കിലും കണ്ടിട്ട് അവർ നടക്കുന്ന പോലെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലെന്ന് ആർക്കെങ്കിലും, കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടോ? ഇവിടെ ശ്രേഷ്ഠ അപ്പോസ്തലൻ തൻ്റെ കാര്യങ്ങൾ ലിസ്റ്റ് എഴുതിയിട്ട് പറയുക, നഗ്നത, വിശപ്പ്. നമ്മൾ 3 നേരവും കഴിക്കുന്നില്ലേ? 3 അല്ല 4 അല്ല 5 നേരവും കഴിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ടും നമുക്ക് വേണ്ട പോലെ തൃപ്തിയുണ്ടോ? ഇല്ലാത്ത കാര്യത്തിന് വീണ്ടും ഓർത്ത് ആഗ്രഹിക്കുവാണോ? കംപ്ലൈൻറ്റ് പറയുവാണോ? ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് സഹിക്കുന്നത്? ആൾക്കാർ നോക്കുമ്പോൾ പോഷനായിട്ട് തോന്നിക്കും. കൊരിന്ത്യർ സഭ നോക്കുമ്പോൾ ഞാൻ പോഷനൊന്നും അല്ല, തേജസ്സിന്റെ നിത്യഘനം എനിക്ക് വേണ്ടി വർദ്ധിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് പൗലോസ് അത് ഓർപ്പിക്കുക. ഞാൻ പോഷനൊന്നും അല്ല, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അതുപോലെ ചെയ്താൽ തേജസ്സിൻ്റെ എൻ്റെ അക്കൗണ്ടിൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന നിന്ദയും കഷ്ടതയും ദൈവം അനുവദിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ അനുവദിക്കുന്നു, തേജസ്സിൻ്റെ ഘനം എന്ത് ചെയ്യുക? ഇവിടെ സ്വർണത്തിൻ്റെ വില കൂടിയെന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്കെല്ലാം വിഷമം, അയ്യോ വേണ്ട പോലെ സ്വർണം വാങ്ങിക്കാൻ പറ്റിയില്ല. അന്ന് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദൈവത്തിൽ എന്നോട് പറഞ്ഞു, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, വലിയ വിഷമത്തോടെ പറയുന്നത്, എന്ത് ചെയ്യാനാണ്, നമുക്കിപ്പോൾ സ്വർണവും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. ദൈവമക്കളുടെ പോലും വിഷമം കണ്ടില്ലേ? സ്വർണത്തിൻ്റെ വില കൂടുന്നു, എനിക്ക് കുറച്ച് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇവിടെ കൊടുക്കുന്ന വില, ഇത് മുഴുവനും യേശുവിന് വേണ്ടി ഈ വില കൊടുത്തിട്ട് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് ബാക്കിയൊക്കെ സഹിക്കാം. ഈ സഹോദരന്മാരോട്, വിശ്വാസികളോട് തുടങ്ങിയാലോ, കള്ള കൂട്ടുപ്രവർത്തകരോട് തുടങ്ങിയാലോ അവരിൽ നിന്നുള്ള ആപത്ത്. ആ ലാസ്റ്റ് വാക്യം വായിച്ചിട്ടാ 28. ഇതൊക്കെ എന്നെ ഡൗൺ ആക്കാൻ വന്നാലും താൻ, അതുകൊണ്ട് റോമാലേഖനത്തിൽ പറയുന്ന ഒരു ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ, ഒരു പട്ടിണിക്കോ ക്ഷാമത്തിനോ കഷ്ടതയ്ക്കോ, ഒരു ലോകം തരുന്ന ഇതൊന്നും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയത്തില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് എത്ര കപ്പൽ പൊട്ടിയാലും എനിക്ക് വിഷയമല്ല, എങ്ങനെങ്കിലുമൊക്കെ പൊങ്ങിക്കിടക്കും, അങ്ങ് എത്തും. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ തീരുന്നവരെയും ഈ ശരീരത്തിന് ഒരു പ്രശ്നവും ദൈവമക്കളെ അതുപോലെ. ഇപ്പം നാളത്തെ പറ്റിയുള്ള ചിന്താഭാരം എന്തിനാ? നരയ്ക്കോളം ചുമന്നോളാം എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവല്ലേ, കർത്താവ് നടത്തുന്ന പോലും മതിയെന്നേ. പൗലോസ് നമ്മളെക്കാൾ എത്ര ശ്രേഷ്ഠനാണ്. തനിക്ക് കീറിയ ഡ്രസ്സായിരിക്കും ഇവിടുന്ന്, അതുകൊണ്ടല്ലേ ഇവിടെ നഗ്നത എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ഭവനം താമസിക്കാനില്ലാതെ പലപ്പോഴും ചായ്പിലും ഒക്കെ കയറി കിടന്ന് കാണും. അതുകൊണ്ടല്ലേ ഇവിടെ ഞങ്ങൾക്ക് ഒരനുഭവം അങ്ങനെ ഉണ്ടായി. ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഒരു ടീം വർക്കിൻ്റെ മധ്യത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. 2005 കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് ഉടനെ ഞാനും സോഫിയും കൂടെ അങ്ങോട്ട് പോവുക. ചെന്നപ്പോൾ ഉടനെ കിട്ടിയ ആദ്യത്തെ വർക്കാണ് 40 നക്സൽ വില്ലേജസിൽ, കരീം നഗറിൽ 40 നക്സൽ വില്ലേജസിൽ ഇതുവരെയും സുവിശേഷമില്ലാത്ത ഒരു ദേവദാസൻ ഞങ്ങൾക്ക് സ്കെച്ചൊക്കെ ഇട്ട് തന്നു, ഗ്രാമത്തിൻ്റെ പേരും തന്നു, വണ്ടിയും സൗണ്ട് സിസ്റ്റവും തന്നു. ബാക്കി നമ്മൾ വോളണ്ടിയർ വർക്കാണല്ലോ, നമ്മളങ്ങ് ചെന്നങ്ങ് പ്രവർത്തിക്കുക. ആ 40 എടുത്ത് നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ട, സ്പീക്കർ എടുത്ത് വെക്കണ കാര്യങ്ങളൊക്കെ ചെയ്തു. ട്രാൻസ്ലേറ്റർ മാത്രം കൂടി തന്നിട്ടുണ്ട്. അവിടെ ഒരു ദേവദാസനുണ്ടായിരുന്നു. ആ ദേവദാസൻ്റെ വീട്ടിൽ പെട്ടെന്ന് ചെന്നപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ല. ഈ 40 എടുത്ത് പ്രവർത്തിക്കാൻ 40 ദിവസമാണ്. എല്ലാ ദിവസവും മിക്കവാറും ഞങ്ങൾ വരുന്ന വഴിക്ക് ആൻറ്റി നെക്സോൾ സ്ക്വാഡ് ഞങ്ങൾ രാത്രി പോക്കും. ഞങ്ങൾ ഹൈവേ ഈ കരീംനഗറിൽ നിന്ന് ഒരു 40, 50, 150 കിലോമീറ്റർ വരെയുള്ള റേഞ്ചിലാണ് ഇത് 40 ഗ്രാമം പ്ലാൻ. ഞങ്ങൾ ഓടിച്ചിട്ട് പിന്നെ ഗ്രാമത്തിൽ നിന്ന് ഈ മൺ റോഡാണ്, പിന്നെ അതിനെ ജീപ്പ് തന്ന് മൺ റോഡ് കയറി ഞങ്ങൾ പോകണം. അവിടെയൊക്കെ ഗ്രാമങ്ങളുണ്ട്, ഉള്ളിലൊക്കെ ഇന്നേ വരെയും സുവിശേഷം ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാന്നറിയാത്ത
അപ്പോൾ ഞങ്ങൾ അതുപോലെ അഭിഷേകത്തിലും കൃപയിൽ നിൽക്കും ശുശ്രൂഷയിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടാണ് പിശാച് ഞങ്ങളെ ജീവനോട് നിർത്തിയത്. അല്ലെങ്കിൽ സാധാരണ ഇതുപോലെ സുവിശേഷം എത്താത്ത ഭൂതങ്ങൾ, ഇവിടെയൊക്കെ മന്ത്രവാദികളുണ്ട് 3-4 ഗ്രാമത്തിൽ. അപ്പോൾ ഈ ഗ്രാമത്തിൽ ചെന്നപ്പോൾ ആ ദൈവദാസൻ ഞങ്ങൾക്ക് ഈ 40 ദിവസത്തിന് വേണ്ടി ഒരുക്കി തന്ന്, അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിസംബർ മാസമാണ്, ഡിസംബർ ലാസ്റ്റും ജാനുവരി മാസമാണ്. അപ്പോൾ ആ മാസം ഞങ്ങൾക്ക് വേണ്ടി ആ ദൈവദാസൻ ഈ കനം കുറഞ്ഞ, എന്നാൽ ഇച്ചിരി കനം കൂടിയ പ്ലൈവുഡാണെങ്കിൽ കുഴപ്പമില്ല, ഈ കനം കുറഞ്ഞ പ്ലൈവുഡ് വെച്ച് പുള്ളിക്കൊരു STD ബൂത്ത് ഉണ്ടായിരുന്നു. ആ STD ബൂത്തൊക്കെ മാറ്റി വെച്ചിട്ട് പ്ലൈവുഡ് വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു പ്ലൈവുഡ് വീട്, കൊച്ചു വീടുണ്ട്. എന്നിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച് വെച്ചെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കോട്ടേജാണ് ഞങ്ങളോട് പറയുക, ഞങ്ങളുടെ ഹണിമൂണും എല്ലാം അവിടെ ആയിരുന്നു, ഞങ്ങളുടെ കോട്ടേജാണ്, ഈ പ്ലൈവുഡ് വെച്ചിട്ട് എല്ലാ ദിവസവും മീറ്റിങ്ങാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പകലൊക്കെ ഞങ്ങളൊന്ന് അല്പം ഒന്ന് വിശ്രമിക്കും, ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങും. ഇത്രയും യാത്ര ചെയ്ത് നമ്മൾ ചെല്ലണ്ടേ. രാത്രി വരുമ്പോൾ ഈ ആൻറ്റി നക്സൽ സ്ക്വാഡ്, പോലീസ്, പട്ടാളക്കാരാണ്, ഒരു രക്ഷയില്ല. മറ്റേ പട്ടണത്തിലെല്ലാം ഞങ്ങൾ ഈ പാസ്റ്റർ സൈഡിൽ കാണിച്ച് രക്ഷപ്പെടും. മറ്റുള്ള പോലീസിനെ കാണിച്ച് കഴിഞ്ഞാൽ പാസ്റ്ററാണോ ആന്ധ്ര വലിയ ബഹുമാനമാണ്, ഉടനെ പൊക്കോളും. ഇത് ഈ പട്ടാളക്കാർ ഒരു രക്ഷയില്ല, മുഴുവൻ മെഷീൻ ഗണ്ണുമായിട്ടാണ് നിൽക്കുന്നത്. നക്സൽ വില്ലേജസ്, അതുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ എന്തിനായി ഭാര്യയും ഭർത്താവോട് നിങ്ങൾ എന്തിനായി രാത്രി പോകുന്നത്? പാസ്റ്റർ സൂക്ഷിച്ചു, നിങ്ങൾക്ക് പോകാൻ പാടില്ലെന്ന് അറിയത്തില്ല ഈ നക്സൽ ഗ്രാമത്തിൽ, ഇതാണെപ്പോൾ ഞങ്ങൾക്കൊരു. പിന്നെ അവർക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഏത് ഇന്ത്യൻ സിറ്റിസണും ഏത് രാത്രിയിലും വണ്ടി ഓടിക്കുക, അവനവൻ്റെ വണ്ടിയിൽ ഓടിക്കുക. നമ്മൾ നല്ലപോലെ അങ്ങോട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ എവിടെയെങ്കിലും ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മുടെ വണ്ടി മുഴുവൻ അരിച്ച് പറക്കി അങ്ങ് ചെക്ക് ചെയ്യും. നമ്മൾ മാറി നിന്ന് കൊടുക്കും. കുറേ ചെക്കിങ് കഴിഞ്ഞിട്ട് ഒന്നും കിട്ടത്തില്ലല്ലോ. ഒരു സൗണ്ട് സിസ്റ്റവും ജനറേറ്റർ, അതിനകത്ത് മണ്ണെണ്ണയുടെ മണക്കും, അതൊക്കെയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. കീബോർഡും ഉണ്ട്, ഇതൊക്കെ ബൈബിളും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, പൊക്കോളാൻ പറയും. പിന്നെ പിറ്റേ ദിവസവും മിക്കവാറും വരുമ്പോൾ ഇത് പിടിക്കും. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വീട് പ്ലൈവുഡ് വെച്ചുള്ള ഒരു കൊച്ചു കോട്ടേജ്. ഞങ്ങൾക്ക് കണ്ടപ്പോൾ നല്ല രസമുണ്ട്. ഒരു കൊച്ചു വീട്, ഒരു കൊച്ചു കട്ടിലൊക്കെ ഇട്ട് തന്നു. രാത്രി ആയപ്പോൾ ഇതല്ലേ തണുപ്പ്, കരീംനഗർ അല്ലേ സ്ഥലം. ഇവിടെ ഈ ശീതം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. വിറച്ചിട്ട് ഞങ്ങൾ എഴുന്നേറ്റിരിക്കുകയും തണുപ്പ് കൂടി ഛർദ്ദിക്കുകയും എന്തൊക്കെ അവസ്ഥകൾ ഞങ്ങൾ വന്നെന്നാൽ ഓരോ ഈ 40 ദിവസം തണുപ്പ് നിമിത്തം നമ്മളിങ്ങനെ വല്ല തണുപ്പ് സഹിച്ചിട്ടുണ്ടോ? തണുപ്പുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഹീറ്ററോ എന്തുകൊണ്ടൊരു കമ്പിളി പോലും എന്തോ ഞങ്ങൾക്ക് തന്നു. ഇതുവല്ലം എറിക്കുമോ? സ്വെറ്റർ പോലെ ഏതാണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ ദൈവദാസൻ തണുപ്പ് സഹിച്ചെന്ന് പറഞ്ഞാൽ തനിക്ക് കിടക്കാൻ ഒരു പാർപ്പിടം പോലും കിട്ടിയില്ല, ഏതോ ഒരു ചായ്പിലൊക്കെ താൻ കിടന്നു എന്നല്ല എൻ്റെ അർത്ഥം. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ഞങ്ങൾ 40 ദിവസം കഴിഞ്ഞ് ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ. ഞങ്ങൾ വണ്ടി ഓടിച്ച് ഞങ്ങളിങ്ങ് പട്ടണത്തിൽ വന്ന് ഞങ്ങൾക്ക് അവിടെ ഞങ്ങളൊരു വാടകയ്ക്ക് എടുത്ത വീട്ടിൽ ഞങ്ങളവിടെ കോൺക്രീറ്റൊക്കെ ആണെങ്കിൽ കെട്ടുറപ്പുണ്ടെങ്കിൽ അടച്ചാൽ ഇത് അടയും. മറ്റേത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലൈവുഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട് തണുപ്പെല്ലാം ഈ അകത്ത് കയറും. ഇതെല്ലാം സഹിച്ചു. ഇതെല്ലാം സഹിക്കുന്ന മധ്യത്തിലും താൻ പറയുക 28-ാമത്തെ വാക്യത്തിൽ പറയുക, ദിവസേന. ഞായറാഴ്ച മാത്രമല്ല നമ്മൾ സഭയെ പറ്റി ഓർക്കുന്നത്, വിശ്വാസികളെ പറ്റി ഓർക്കുന്നു. നാളെ സഭയല്ലേ, നാളെ എന്തെങ്കിലുമൊക്കെ ചർച്ചിന് വേണ്ടി എന്തെങ്കിലും ഒരുങ്ങണ്ടേ, വിശ്വാസികളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ശനിയാഴ്ച വൈകിട്ടാണോ? ഇവിടെ എഴുതിയിരിക്കുന്ന ദിവസേന സഭകളെ പറ്റിയുള്ള, താൻ ഇടയനായിരിക്കുന്ന സഭയല്ല, ഇതെല്ലാം യേശുവിൻ്റെ സഭയാണ്. ആ ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. താൻ ദിവസേന സഭകളെ പറ്റിയുള്ള. എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത് 29 വായിച്ച്? യെസ്. എന്നിട്ട് നിങ്ങൾ മനസ്സിലായിക്കോണം, ഞാൻ പുകഴുന്നുണ്ടെങ്കിൽ കർത്താവിലാ പുകഴുന്നത്. ഞാൻ ബലഹീനനായിട്ടോ പോഷനായിട്ടോ ഒക്കെ തോന്നിക്കുന്നുണ്ടെങ്കിൽ ഇത് ആർക്ക് വേണ്ടിയാ? ഞാൻ ബലഹീനനൊന്നും അല്ല, ക്രിസ്തുവിൽ ശക്തനായതുകൊണ്ടാണ് മേളിൽ പറഞ്ഞ ലിസ്റ്റൊക്കെ എനിക്ക് കർത്താവിന് വേണ്ടി സഹിക്കാൻ പറ്റിയ. 31-ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ പോഷ്കല്ല പറയുന്നത്, ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. ഇത് ചിലർ പൊങ്ങച്ചമായിട്ട് പറയുമല്ലോ. ഈ മറ്റുള്ള ദൈവദാസന്മാർ നിങ്ങളുടെ മധ്യത്തിൽ വന്ന് പൊങ്ങച്ചവും പറഞ്ഞ് നമ്മൾ മേളിൽ വായിച്ച പോലെ നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ഭാരമായി തീർന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ഒരു ഭാരവുമായി തീർന്നില്ല. ഞാൻ പൊങ്ങച്ചം പറയുമല്ല, പക്ഷേ നിങ്ങൾ ഇത്രയും പറയുന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ വിളിക്ക് യോഗ്യനായിട്ട് ഞാൻ നിന്നെങ്കിൽ നിങ്ങൾ നിന്നേലേ പറ്റൂ. അതുകൊണ്ട് പൗലോസിനോട് ശക്തമായി എത്ര വർഷം കൊല്ലാൻ നോക്കി, തീർന്നില്ല. ഈ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 2 വാക്യം വായിച്ച് വീണ്ടും കൊല്ലാൻ നോക്കുക. ദമസ്കോസിലെ അരേഖ രാജാവിന്റെ നാട്ടുവാണി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു. ദമസ്ക പട്ടണത്തെ കാവൽ വെച്ചു കാത്തു. എന്നാൽ അവർ എന്നെ മതിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കുട്ടയിൽ ഇറക്കി വിട്ടു. അങ്ങനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് തെറ്റി. എന്തൊക്കെ പരിപാടിയാ! ഒരു രാജാവ് കാത്തിരിക്കുക. ഇവൻ അവിടെ എല്ലാം പട്ടണത്തിന് കോട്ടകളുണ്ടല്ലോ, ആ ഗേറ്റിൽ കൂടെ അല്ലാതെ ആ പട്ടണത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല. അവിടെ ഒത്തിരി പടയാളികളെ നിർത്തിയിരിക്കുക. ദൈവം കൃപ തന്ന് ജ്ഞാനം ഒക്കെ തന്ന് കൂട്ടുവിശ്വാസികളെല്ലാം കൂടെ എന്നെ ഒരു മനുഷ്യനകത്ത് മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ ഒരു വലിയ കൊട്ടയ്ക്കകത്ത് ചുരുക്കി വളച്ച് കുത്തി വെച്ച് കൊട്ടയെ അടച്ച് കൊട്ട സീൽ ചെയ്തിട്ട് ഏതോ ഒരു
ഈ കോട്ടയുടെ ഏരിയയിൽ എന്തുണ്ടായിരുന്നു, ഒരു കിളിവാതിലുണ്ടായിരുന്നു. അപ്പം അവിടെ ഇച്ചിരി ഹോൾഡുള്ള ആരെങ്കിലും ആയിരിക്കും, പട്ടാളക്കാരെങ്കിലും വിശ്വാസികൾ കാണും. അതിലേക്കൂടെ ആ കിളിവാതിലുള്ള ഭവനത്തിൻ്റെ ആ ജനലിൽ കൂടെ എന്ത് ചെയ്തു, എന്നെ കൊട്ടയ്ക്കകത്ത്, അങ്ങനെയാണ് ഞാൻ ആ രാജാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ കൊല്ലാൻ നോക്കിയ രാജാവിൻ്റെ കയ്യിൽ. സത്യം എവിടെ പ്രസംഗിച്ചാലും പിശാച് ഇളകും. സത്യം എവിടെ പ്രസംഗിച്ചാലും പിശാച് ആ വ്യക്തിയെ തീർക്കാൻ നോക്കും. സത്യ സുവിശേഷം ഘോഷിക്കപ്പെടാതിരിക്കുവാൻ സാത്താൻ ആദ്യകാലം തൊട്ട് നോക്കുമ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾ, സഭകളോടുള്ള പോരാട്ടം, കർത്താവിന് വേണ്ടി നിൽക്കുന്ന അതിനോട് കർത്താവ് നമുക്ക് അമിത ബലം തരും, ധാരാളം കൃപ തരും. ഹല്ലേലൂയ. പൗലോസ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്തിൽ വന്നത്, കർത്താവ് നമ്മളെ വിളിച്ചത് ഈ ലോകത്തിൽ സുഖിക്കാനല്ല, ഈ ലോകത്തിൻ്റെ എൻജോയ്മെൻറ്റ്, അതിൻ്റെ സന്തോഷം. എന്നിട്ടും കർത്താവ് ഇത്രയൊക്കെ സുഖവും സന്തോഷവും നമുക്ക് തരുന്നില്ലേ? അത് മതി. ഇത്രയൊക്കെ സുഖവും സന്തോഷവും നമുക്കൊക്കെ ആശ്വാസം തരുന്നില്ലേ? എത്ര സന്തോഷം. നമ്മളൊന്നും ഈ പറയുന്ന പോലുള്ള ഈ ലിസ്റ്റൊക്കെ വായിച്ച് നോക്കി, ഇതൊന്നും നമ്മൾ സഹിക്കുന്നില്ലല്ലോ കർത്താവിന്. എത്ര ആശ്വാസവും എത്ര സുഖവും സന്തോഷവും നമ്മൾ തരുന്നുണ്ട്. പൗലോസ് പറയുക, ഗലാത്യ ലേഖനം 4:19 വായിച്ചിട്ട് നിർത്താം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുന്നത് വരെ, ഗലേഷ്യൻസ് 4:19. ഈ വേദന മുഴുവനും സഹിക്കുന്നത് ഒരു അമ്മ ഈ വേദന സഹിക്കുമ്പോഴുള്ള സന്തോഷം എന്തോ, അവസാനം ഒരു നല്ല പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വരൂപത്തിലും സാദൃശ്യം ഞങ്ങളെപ്പോലൊക്കെ ഇരിക്കുന്ന ഒരു നല്ല കുഞ്ഞ്, ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ഇറങ്ങി വരും. അമ്മയ്ക്ക് ആ കുഞ്ഞിനെ കാണുമ്പോൾ എത്ര സന്തോഷമാണ്. ദേവദാസൻ പറയുക, ക്രിസ്തു ടിൽ ക്രൈസ്റ്റ് ബി ഫോംഡ് ഇൻ യു. ക്രിസ്തു നിങ്ങളിൽ ഉരുവാവുന്നിടത്തോളം. ദൈവമക്കളെ, നമ്മുടെയൊക്കെ പാരമ്പര്യ സ്വഭാവങ്ങൾ മാറി, നമ്മുടെയൊക്കെ ലൗകിക സ്വഭാവങ്ങൾ മാറി, നമ്മുടെയൊക്കെ ഈ സോ കോൾ പേഴ്സണാലിറ്റി, നമ്മുടെ ഏതാണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തിത്വം മാറി ആര് നമ്മളിൽ ഉരുവാകണം? രക്ഷിക്കപ്പെട്ട ദിവസം ക്രിസ്തു ജനിച്ചു. ഇനി എന്ത് ചെയ്യണം? ക്രിസ്തു വളരുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? വചനത്തിൻ്റെ പ്രമാണമല്ല, ഞാൻ കുറയും, ക്രിസ്തു എന്നിൽ വളരും, എൻ്റെ പദ്ധതി ഇല്ലാതാവും, കർത്താവിന് ദൈവം അനുവദിക്കുന്ന പോലും. അങ്ങനെയുള്ളൊരു ദൈവ പൈതലാണ് എപ്പോഴും പറയുന്നത്. എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല, കർത്താവ് അനുവദിക്കും. പണ്ടത്തെ ദൈവമക്കളെല്ലാം അങ്ങനെയല്ലേ, എന്തൊരു കാര്യം വെച്ചാൽ മുസ്ലിംസ് ഇപ്പോഴും ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്? ദൈവം അനുവദിച്ചാൽ. ആരെങ്കിലും നമ്മളോട് എന്ത് കാര്യം ചോദിച്ചു, ദൈവം അനുവദിച്ചാൽ, ദൈവം കൃപ തന്നാൽ, ദൈവം സഹായിച്ചാൽ, നമുക്കതല്ലേ പറയാനുള്ളൂ. കർത്താവിൽ എല്ലാ വിഷയത്തിലും ആശ്രയിക്കാൻ ദൈവം നമ്മളെ എല്ലാ വിഷയത്തിലും സഹായിക്കും.